ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മുടെ 11ാമത്തെ മന്ത്രം. വിദ്യാം ച വിദ്യാം ച യസ്തദ്വേദോ ഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാമൃതമശ്നുതേ. 12. അന്തം തമഃ പ്രവിശന്തി യേ സംഭൂതിമുപാസത്തെ തതോ ഭൂയ ഇവതേ തമഃ യൗ സംഭൂത്യാം രതാഃ. 13. അന്യദേവാഹുഃ സംഭവാത് അന്യദാഹുരസംഭവാത് ഇതി ശുശ്രുമധീരാണാം ഏനസ്തദ്വിചചക്ഷിരേ. 14. സംഭൂതിം ച വിനാശം ച യസ്തദ്വേദോ ഭയം സഹ വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യാമൃതമശ്നുതേ. നമ്മളിവിടെ പരാമർശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വിദ്യ അവിദ്യ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത്. അപ്പൊ ഈ വിദ്യയുടെ ഫലവും അവിദ്യയുടെ ഫലവും വേറെ വേറെ ആകുന്നു. ഇതിൽ അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം, വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസന. അപ്പൊ വിദ്യയുടെയും അവിദ്യയുടെയും ഫലം, ഉപാസനയുടെയും കർമ്മത്തിന്റെയും ഫലം വേറെ വേറെ ആകുന്നു. ഇതിൽ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദിക കർമ്മം, ഈശ്വരാർപ്പണത്തോടു കൂടിയിട്ട് നമ്മള് യജ്ഞയാഗാദികൾ ഒക്കെ ചെയ്യുന്ന ആ ഒരു കർമ്മ, വൈദിക കർമ്മത്തിന്റെ ആയിട്ടുള്ള ബൃഹത്തായിട്ടുള്ള മേഖലയുണ്ടല്ലോ, അതാണ് ഇവിടുത്തെ അവിദ്യ എന്ന് പറയുന്നത്. ഈ അവിദ്യ കൊണ്ട് ഒരാൾക്ക് സ്വർഗത്തിലെത്താം. അതായത് ഈ കർമ്മത്തെ അനുഷ്ഠിച്ചാൽ, അറിഞ്ഞാൽ മാത്രം പോരാ, അനുഷ്ഠിക്കുകയും വേണം. നന്നായിട്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്താം. അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലക്ഷ്യമായി. അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള സുഖസൗകര്യങ്ങളെല്ലാം നേടുക എന്ന് പറയുന്ന ലക്ഷ്യമൊന്ന്. ഇവിടെ വരുന്ന ദുരിതങ്ങള് എല്ലാം ഒഴിവാക്കി കിട്ടുക എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിന്റെ ഭാഗം തന്നെയാണ്. അതായത് ഇഹലോക സുഖം എന്ന് പറയും. ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇഹലോക സുഖം. ആ സുഖത്തോടൊപ്പം തന്നെ ആയുസ്, ആരോഗ്യം എന്ന് പറയുന്നതും കൂടെ ചേരണം. അപ്പോൾ ആയുസ്, ആരോഗ്യം, സൗഖ്യം, ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇത് ഇഹലോകത്തില്. ഇനി ഈ ലോകത്തിന് ഒരു പരിധി കൽപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തില് നമുക്ക് ജീവിക്കാൻ, നമുക്ക് ഇവിടെ വസിക്കുവാൻ അർഹമായ സമയം എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിന്റെ അത്രയും കാലം മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി അല്പകാലവും ഇവിടെ കിട്ടിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും അതിന് ഈ അല്പം എന്ന് മാത്രമേ അതിന് വിശേഷിക്കാനുള്ളൂ. 30 വർഷം ജീവിച്ചിരുന്നു, 32 വർഷം ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ 80 വർഷം ജീവിച്ചിരുന്നു, 85 വർഷം ജീവിച്ചിരുന്നു. അതൊരു അല്പകാലമാണ്. ഈ അനന്തമായ കാലത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 5 വർഷം കൂടുതൽ ജീവിക്കുക, ഇനി എന്തിനാ 50 വർഷം കൂടുതൽ ജീവിക്കുക എന്ന് പറയുന്നതും എല്ലാം ഒരു അല്പകാലം മാത്രമാണ് ഈ അനന്തമായ കാലത്തിന്റെ ഈ ദൈർഘ്യത്തെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പറയാം, നമുക്ക് ഈ തുച്ഛമായ ഈ കാലഘട്ടം ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല ജീവിതം. ഈ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ തുടർച്ചയാണ്. എവിടെ നിന്നോ വന്നു എങ്ങോട്ടോ പോയി എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ ഫസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ, എവിടെ നിന്നോ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ എവിടെ നിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുൻപ് ജീവിച്ചിരുന്ന ഇടത്തു നിന്നും നമ്മൾ വന്നു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. അതിനുശേഷം ഇനി എവിടെയോ ഒരിടത്തേക്ക് ജീവിക്കുവാനായി പോകുന്നു എന്നൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ചുരുക്കത്തിൽ നമ്മളൊരു യാത്രയില് ഒരു സ്ഥലത്തു നിന്നും അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നു ജീവിച്ചു, 6 മാസം ജീവിച്ചു. അതിനുശേഷം തിരിച്ച് അമേരിക്കയിലേക്ക് പോയി, അല്ലാത്ത പക്ഷം തിരിച്ച് മലേഷ്യയിലേക്ക് പോയി. അപ്പോൾ ഒരിടത്തു നിന്ന് വന്നു മറ്റൊരിടത്ത് ജീവിക്കുന്നു. ഒന്നുകിൽ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോവാം, അല്ലാത്ത പക്ഷം വേറൊരിടത്തേക്ക് പോകാം. ഇങ്ങനെ ഒരു യാത്ര, വന്നു പോകുന്ന ഒരു യാത്രയെക്കുറിച്ച് സങ്കല്പിച്ച്
ആ ഒരു സങ്കല്പത്തിന്റെ തുടർച്ചയായിട്ട് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് ജനിച്ചു, മനുഷ്യനായിട്ട് ജീവിക്കുന്നു. വീണ്ടും ഇവിടെ നിന്ന് പോകൽ എന്ന് പറയുന്ന ഒരു ഘട്ടം വരുന്നു. ആ പോകുന്ന ഘട്ടത്തിൽ മറ്റൊരിടത്ത് മറ്റൊരാളായിട്ട് ജീവിക്കാം. ഒന്നുകിൽ മനുഷ്യനായിട്ട് ജീവിക്കാം, അതല്ല എങ്കിൽ ദേവനായിട്ട് ജീവിക്കാം, അതല്ല എങ്കിൽ അസുരനായിട്ട് ജീവിക്കാം എന്ന് സാരം. ഒന്നുകിൽ മനുഷ്യനായിട്ട്, അതല്ല എങ്കിൽ ദേവനായിട്ട്, അല്ലെങ്കിൽ അസുരനായിട്ട്, അതുമല്ല എങ്കിൽ മൃഗങ്ങളായിട്ട്, പക്ഷികളായിട്ട് ഒക്കെ ജീവിക്കുവാൻ വേണ്ടുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ഈ പോക്ക് എന്ന്. എന്തിനാണ് അങ്ങനെ പെട്ടെന്ന് കയറിയിട്ട് നമ്മൾ ഈ പുനർജന്മത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതെന്ന് വിചാരിക്കും. പുനർജന്മം എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മിക അല്ലെങ്കിൽ ഭാരതീയ പാരമ്പര്യത്തിന്റെയും ശാസ്ത്രത്തിന്റെയും അവിഭാജ്യമായ ഒരു ഘടകമാണ് പുനർജന്മം. അത് പുനർജന്മം നമ്മൾ ആധ്യാത്മികത തുടങ്ങുന്നതും ആധ്യാത്മികത പഠിക്കുന്നതും ഒക്കെ ആധുനികമായ ശാസ്ത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടല്ല. ആധുനികമായ ശാസ്ത്രം പഠിച്ചിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുനർജന്മം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കണം എന്നില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഈ ആധുനികമായ ശാസ്ത്രവുമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ടൊരു ആധ്യാത്മിക ശാസ്ത്രം പഠിക്കുകയോ അല്ല ചെയ്യുന്നത്. നമ്മൾ ആധുനിക ശാസ്ത്രത്തെ അങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടാണ് ആധ്യാത്മിക ശാസ്ത്രം പഠിക്കുന്നത്. ഇതാണ് അതിന്റെ പ്രത്യേകത. കാരണം നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടും അല്ല ഇവിടെ നമ്മൾ ഇപ്പോൾ ആധ്യാത്മിക ശാസ്ത്രം പഠിക്കുന്നത്. ഇത്രയേറെ അനുഭവങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ യോഗ്യനാണ് ആധ്യാത്മിക ശാസ്ത്രം പഠിക്കാൻ എന്നൊന്നില്ല. ഇത്രയും അനുഭവമുണ്ട് എന്നുള്ളത് ആധ്യാത്മിക ശാസ്ത്രം പഠിക്കാൻ യോഗ്യതയല്ല. ഇത്രത്തോളം ശാസ്ത്രജ്ഞാനമുണ്ട്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ സയൻസ്, മോഡേൺ സയൻസ്. ഇത്രത്തോളം മോഡേൺ സയൻസ് എനിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ യോഗ്യനാണ് എന്ന് പറയുന്നതുമല്ല ഇവിടുത്തെ. ഇതൊന്നുമല്ല. ഇവിടെ നമ്മൾ ആധ്യാത്മിക ശാസ്ത്രം പഠിക്കാൻ വരുന്നു എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്ന ഒന്ന് വരുമ്പോഴാണ് ആധ്യാത്മിക ശാസ്ത്ര പഠനം തുടങ്ങുന്നത്. ശ്രദ്ധാവിവേശ. കഠോപനിഷത്തിനകത്ത് നമുക്ക് കാണാം, നചികേതസ് എന്ന് പറയുന്ന ഒരു ബാലൻ, 8-9 വയസ്സ് പ്രായമുള്ള ഒരു ബാലന്റെ മനസ്സില് പിതാവ് ചെയ്യുന്ന കർമ്മത്തില് അതിന്റെ അനന്തരഫലത്തെക്കുറിച്ചുള്ള ഒരു ആകാംക്ഷയുണ്ടായി. ആ ആകാംക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് യജ്ഞത്തിന് ദാനമായി നൽകുന്ന പശുക്കളിലുള്ള ഗുണത്തെക്കുറിച്ചും ആ ദാനം വാങ്ങിച്ചതിന് ശേഷം ആ ലഭിച്ചവർക്കുണ്ടാകുന്ന മാനസികമായ ദുഃഖം തുടങ്ങിയിട്ടുള്ളതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ കൊടുത്തതിന്റെ പേരിൽ ഉപയോഗമില്ലാത്തതും പ്രയോജനപ്രദമല്ലാത്ത വളർത്താൻ വേണ്ടിയിട്ട് മാത്രമെന്നുള്ള നിലയിൽ കൊടുത്തതുമായ പശുക്കളെ കൊണ്ട് ഈ വാങ്ങിച്ചവർക്കുണ്ടാകുന്ന ദുരിതവും ആ ദുരിതത്തിന്റെ ഫലമായിട്ട് പിതാവിനുണ്ടാകുന്ന പാപവും തുടങ്ങിയവയെക്കുറിച്ചുള്ള ഒരു ചിന്ത ആ 8-9 വയസ്സ് പ്രായമുള്ള ഒരു ബാലന്റെ മനസ്സിൽ കൂടെ കടന്നുപോയപ്പോൾ ഭാവിയിൽ മരണാനന്തരം ഈ പിതാവിന് ഉണ്ടാകാൻ പോകുന്ന പാപബാധയെക്കുറിച്ചും സ്വർഗം ഉദ്ദേശിച്ച് നടത്തിയ ഈ യജ്ഞത്തിന്റെ ഫലമായിട്ട് സ്വർഗപ്രാപ്തി ലഭിക്കാതെ പോകുന്നതിനെ കുറിച്ചുമുള്ള തരത്തില് ഭാവിയെക്കുറിച്ചും ജീവിച്ചിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്ന ഒരു ആത്മാവിനെ കുറിച്ചുമൊക്കെയുള്ള ചിന്ത ബുദ്ധി ഈ കുട്ടിയുടെ ബുദ്ധിയിലൂടെ കടന്നു പോയപ്പോൾ ആണ് അവനിൽ ശ്രദ്ധ ആവിവേശ എന്ന് പറയുന്നത്. അപ്പോഴാണ് ശ്രദ്ധയുണ്ടാകുന്നത്. ആ ശ്രദ്ധയുടെ ഫലമാണ് ആധ്യാത്മിക ജ്ഞാനത്തിലേക്ക് അവനിലേക്ക് തിരിഞ്ഞത്. അപ്പൊ നമുക്കിവിടെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആധുനിക ശാസ്ത്രത്തിൽ നമുക്ക് പാണ്ഡിത്യമുണ്ട് എന്നുള്ളതല്ല, പകരം എത്രത്തോളം ഈ ആധ്യാത്മിക വിഷയത്തിൽ ശ്രദ്ധയുണ്ട് എന്നുള്ളതാണ്. ആധ്യാത്മ എന്ന് പറഞ്ഞാൽ ആത്മസംബന്ധമായ വിഷയത്തിൽ, ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന ആത്മാവിനെ സംബന്ധിച്ച വിഷയത്തിൽ അവ്യക്തമായി പോകുന്ന കാര്യങ്ങൾ വ്യക്തത വരുത്തണമെന്ന് ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ട് എങ്കിൽ നമ്മളിവിടെ പഠിക്കുവാൻ യോഗ്യനായിട്ട് തീരുന്നു. അപ്പോൾ ഇപ്രകാരം ആ യോഗ്യത, ആ ശ്രദ്ധയോട് കൂടിയിട്ടുള്ളവനാണ് യജ്ഞം ചെയ്യുന്നത്. അങ്ങനെ യജ്ഞം ചെയ്തവൻ പോകുന്ന സ്ഥലമെന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും ഈ ലോകത്തിന്റെ ഭാഗമായിട്ട് തീരുവാൻ അവിടെ ഒരുവന് അതല്ല അവിടെ ശ്രദ്ധയെന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ലോകം വിട്ടിട്ട് പോയിട്ട് സ്വർഗലോകം എന്ന് പറഞ്ഞിരിക്കുന്ന കൂടുതൽ സുഖവാസം അനുഭവിക്കുവാൻ സാധ്യമായിട്ടുള്ള ഒരു സ്ഥലത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള രീതിയിലുള്ള ആ ഒരു
ആ ഒരു മനസ്സിന്റെയും ഒരു ബുദ്ധിയുടെയും പോക്കിനെയാണ് ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധ കൊണ്ട് ഒരുവൻ യജ്ഞം ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ സാരം. ശ്രദ്ധ കൊണ്ട് ഒരുവൻ യജ്ഞം ചെയ്തു, ആ ശ്രദ്ധ കൊണ്ട് ഒരുവൻ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ലക്ഷ്യം. അതിനുള്ള മാർഗമാണ് അവിദ്യ അഥവാ കർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിദ്യ അഥവാ കർമ്മം കൊണ്ട് കിട്ടാവുന്ന ഫലം എന്താണെന്നുള്ളത് മറ്റൊരു ഉപനിഷത്തില് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ ഉപനിഷത്ത് മുണ്ടകോപനിഷത്താണ്. അപ്പൊ മുണ്ടകോപനിഷത്തിനകത്തൊരു മന്ത്രമുണ്ട്. മന്ത്രം ഇതാണ്: അവിദ്യായാം ബഹുതാ വർത്തമാനാഹ വയം കൃതാർത്ഥോ ഇത്യഭിമന്യന്തി ബാലാഹ യത്കർമ്മിണഃ ന പ്രവേദയന്തി രാഗാത് തേനാതുരാഹ ക്ഷീണലോകാശ്ചവന്തേ. ഇതിന്റെ അർത്ഥം ഒരു വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അവിദ്യയില് വർത്തിക്കുന്നവരായിട്ടുള്ളവര് അവരെല്ലാം ചെയ്തവരാണ്, പൂർണ്ണരാണ് എന്നുള്ള രീതിയിൽ ഒരു ബുദ്ധി വെക്കുന്നുണ്ട് എങ്കിലും ഭാവിയിൽ അവര് കർമ്മഫലം ക്ഷയിച്ചവരായിട്ട് സ്വർഗത്തിൽ നിന്നും പതിക്കുന്നു എന്ന്. ഇതാണ് അതിന്റെ അർത്ഥം. അതേപോലെ തന്നെ ഈ ഇഷ്ടവും പൂർത്തവുമായിട്ടുള്ള ഈ കർമ്മങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നവർ നാകസ്യ പൃഷ്ടേതേ സുഹൃദേനുഭൂത്വാ ഇമം ലോകം ഹീനതരം വാ വിശന്തി. നാകസ്യ പൃഷ്ടേ, നാക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗലോകം. ആ സ്വർഗലോകത്തിന്റെയും ഉപരിയായിട്ടുള്ള സ്വർഗലോകത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ദേശത്തെത്തിയിട്ട് അവരവിടെ തേ സുഹൃദേനുഭൂത്വ, ആ സുഹൃതത്തെ, സുഹൃത ഫലത്തെ, സുഖസൗകര്യങ്ങളെ മുഴുവൻ ആസ്വദിച്ച ശേഷം ഇമം ലോകം ഹീനതരം വാ വിശന്തി, ഒരു കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും പതിച്ചു പോകുന്നു. പഴയ പോലെ തന്നെ അവൻ കർമ്മഫലം ക്ഷയിച്ചവനായിട്ട് സ്വർഗത്തിൽ നിന്നും വീണുപോകുന്നു. അപ്പോൾ ഇപ്രകാരം അവിദ്യ എന്താണെന്നും അവിദ്യയുടെ ഫലം എന്താണെന്നും ആ ഫലത്തിന്റെ പരിസമാപ്തി എവിടെയാണെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇനി വിദ്യാഫലത്തെക്കുറിച്ച് പറയുന്നു. വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസനയാകുന്നു. ആ വിദ്യയുടെ ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കർമ്മം കൊണ്ട് തന്നെ, വൈദിക കർമ്മം കൊണ്ട് തന്നെ സ്വർഗത്തിൽ എത്താമെന്നുണ്ടെങ്കിൽ ഉപാസന കൊണ്ടും അവിടെ തന്നെയാണോ എത്തുന്നത്, അതോ അതിനുമുപരിയായ മറ്റൊരു സ്ഥലമുണ്ടോ എത്തുവാൻ? തീർച്ചയായിട്ടും ഉപാസന ജനിപ്പിക്കുന്ന പുണ്യം കൊണ്ടും സ്വർഗത്തിലെത്താം. പക്ഷേ അവിദ്യയാകുന്ന കർമ്മവും ഉപാസനയാകുന്ന വിദ്യയും കൂടെ രണ്ടും കൂടെ ചേർത്താൽ, അപ്പോൾ ഈ രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ അവിദ്യയാകുന്ന കർമ്മത്തിന്റെ ഫലമായിട്ട് പാപം ശമിക്കുകയും വിദ്യയാകുന്ന ഉപാസനയുടെ ഫലമായിട്ട് പുണ്യ ആധിക്യമുണ്ടാകുകയും അതിന്റെ രണ്ടിന്റെയും കൂടെ ഫലമായിട്ട് ബ്രഹ്മലോകപ്രാപ്തി നേടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ബ്രഹ്മലോകപ്രാപ്തി നേടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നുള്ളതാണ്. ബ്രഹ്മലോകത്ത് ബ്രഹ്മാവിനോടൊപ്പം, അതായത് ബ്രഹ്മലോകം എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗലോകത്തിനും ഉപരിയായിട്ടുള്ള ലോകങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ സ്വർഗലോകത്തിനും ഉപരിയായിട്ട് ജനലോകം തുടങ്ങിയിട്ടുള്ള ലോകം, തപോലോകം തുടങ്ങിയിട്ടുള്ള ലോകങ്ങളുണ്ട്. അപ്പോൾ ഈ ലോകത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള സ്ഥലത്താണ് ബ്രഹ്മലോകം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മലോകത്തിന് സമാനമായിട്ട് നിൽക്കുന്നതാണ് വൈകുണ്ഠം, അതേമാതിരി കൈലാസം എന്ന് പറയുന്നു. പിന്നെ അതിനും അതേപോലെ നിൽക്കുന്നതാണ് ഗോലോക് വൃന്ദാവൻ എന്ന് ചിലർ പറയുന്ന ഗോലോകവും. അപ്പോൾ ഇപ്രകാരമുള്ള ലോകങ്ങളെല്ലാം അവിടെ ഈ പറഞ്ഞ ഉപാസനയുടെയും കർമ്മത്തിന്റെയും വൈദിക കർമ്മത്തിന്റെയും ഫലമായിട്ട് പൂർണ്ണ പരിപക്വനായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയും സുഖം അനുഭവിച്ച് കഴിയാം. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, അതും ഒരു ലോകമാണ്. ആ ലോകത്തിനകത്താണെങ്കിലും അവിടെയും ശാപം കിട്ടി ഒരു അസുരനായിട്ട് ജനിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിന്റെ ഉദാഹരണമാണ് രാമായണം. രാമായണത്തിലെ രാവണൻ മറ്റാരുമല്ല, മഹാവിഷ്ണുവിന്റെ പാർഷദന്മാർ, ഒരു കാവൽക്കാർ, സ്വന്തം ആൾക്കാർ, സ്വജനങ്ങളാണ്. രാവണനും കുംഭകർണനുമായിട്ട് ജനിച്ച ജയനും വിജയനും. മിക്കവാറും എല്ലാ അസുരന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ പൂർവ്വജന്മത്തിൽ ഓരോരോ ദേവന്മാരുടെ അതിനുപരിയായിട്ടുള്ള പലയിടത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവര് ആ ലോകത്തിലേക്ക് പോകുന്നു, അവിടെ നിന്നും പതിച്ച് മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നു, അവിടെ നിന്നും വേറൊരു ലോകത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ ലോകങ്ങൾ തോറും സഞ്ചരിക്കുന്ന ഒരു ജീവാത്മാവിനെ കുറിച്ച് യാതൊരുവിനും ശ്രദ്ധയുണ്ടോ? അപ്രകാരം ശ്രദ്ധയുള്ളവനാണ് ആധ്യാത്മിക ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്.
അത് നമ്മൾ ദേശത്തിൽ നിന്ന് ദേശത്തിലേക്ക് സഞ്ചാരി എന്നതുപോലെ ലോകങ്ങളിൽ നിന്ന് ലോകത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരുവനെയാണ് സംസാരി എന്ന് പറയുന്നത്. അതുകൊണ്ട് സംസാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം സംസാരിയാണ്, ഞാൻ സംസാരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തികളിൽ നിന്ന് വേർതിരിക്കലല്ല സംസാരിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംസാരി എന്ന് പറഞ്ഞാൽ ഈ ലോകം തൊട്ട് ബ്രഹ്മലോകം വരെയും ബ്രഹ്മലോകം തൊട്ട് പാതാളം വരെയും തിരിച്ചും മറിച്ചും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുവാൻ യോഗ്യനായിട്ടുള്ള, സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നവനായിട്ടുള്ളവനാണ് സംസാരി. അപ്പോൾ അപ്രകാരം പോകുന്ന ആ സംസാരി അങ്ങനെ ഈ വിദ്യയുടെയും അവിദ്യയുടെയും ഫലമായിട്ട് രണ്ടും കൂടെ ചേർന്ന് നടത്തിക്കഴിഞ്ഞാലുള്ള ഫലം എന്താണെന്ന് അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇതേ മുണ്ടകോപനിഷത്തിന്റെ ഭാഗമായിട്ട് തന്നെ പരാമർശിക്കുന്നുണ്ട്. തപശ്രദ്ധേ യേ ഹ്യുപവസന്ത്യരണ്യേ ശാന്താ വിദ്വാംസോ ഭൈക്ഷചര്യാം ചരന്തഃ സൂര്യദ്വാരേണ തേ വിരജാഃ പ്രയാന്തി യത്രാമൃതസ്സ പുരുഷോ ഹവ്യയാത്മാ. ഇവിടെ പറഞ്ഞിരിക്കുന്ന മന്ത്രത്തിന്റെ, അതായത് മന്ത്രം 11ാമത്തെ മന്ത്രം, മുണ്ടകോപനിഷത്തിലെ 1ാമത്തെ ഖണ്ഡത്തിന്റെ 11ാമത്തെ മന്ത്രം, 10ഉം 11ഉം, അതാണ് രണ്ടുമാണ് ഇപ്പോൾ പറഞ്ഞത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ആശ്രമ അനുസൃതമായിട്ടുള്ള കർമ്മങ്ങളും അതേമാതിരി ഹിരണ്യഗർഭോപാസന തുടങ്ങിയിട്ടുള്ള ഉപാസനകളും എല്ലാം ചെയ്തിട്ട് പൂർണ്ണമായും പാപരഹിതനായിട്ടും പൂർണ്ണമായും പുണ്യത്തെ ആർജിച്ചവനുമായിട്ടുള്ള ഈ വ്യക്തി രജസ് കൽമിഷം ഒക്കെ ഇല്ലാത്തവരായിട്ട് ശുദ്ധ മാനസന്മാരായിട്ട് ശുദ്ധ ഹൃദയത്തോടു കൂടിയവരായിട്ട് ഈ ഹിരണ്യഗർഭൻ അഥവാ ബ്രഹ്മാവ് വസിക്കുന്ന ബ്രഹ്മലോകത്തിലേക്ക് സൂര്യദ്വാരത്തിലൂടെ രശ്മികളിലൂടെ അവൻ പോകുന്നു. പ്രകാരം ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഇതിനെയാണ് ഈ വിദ്യയും അവിദ്യയും കൂടി ഉപാസിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്ന മന്ത്രത്തിൽ. അതാണ് ഇതിന്റെ കണക്ഷൻ. അതായത് വിദ്യാംച അവിദ്യാംച, വിദ്യയെയും അവിദ്യയെയും യസ്തദ്വേദോഭയം സഹ, രണ്ടിനെയും കൂടെ ചേർത്തുകൊണ്ട് യഹ എന്നർത്ഥം. അവിടെ യാതൊരുവനാണോ രണ്ടിന്റെയും കൂടെ ചേർത്തുകൊണ്ട് ഉപാസിക്കുന്നത്, രണ്ടിന്റെയും ഒന്നിച്ച് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അവൻ അവിദ്യയാ മൃത്യും തീർത്തുക. അപ്പോൾ മൃത്യു എന്ന് പറഞ്ഞാൽ പാപം, ദുഃഖം, ദുഃഖഹേതുക്കള്, അവയെ തീർത്തുക, തരണം ചെയ്തിട്ട് വിദ്യ കൊണ്ട് അമൃതം ഈ ഉത്കൃഷ്ടമായ സുഖപ്രാപ്തി അശ്നുതയെ പ്രാപിക്കുന്നു. അപ്പൊ മുമ്പുള്ള മന്ത്രവുമായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ മുണ്ടകോപനിഷത്തിലെ ആ 2 മന്ത്രങ്ങളുമായിട്ട് നമ്മളൊന്ന് ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ്. ഇനിയിപ്പം അടുത്ത 2 വാക്കുകൾ ഇവിടെ പറയാൻ പോവുകയാണ്. അസംഭൂതി, സംഭൂതി എന്ന് പറഞ്ഞിരിക്കുന്ന 2 വാക്കുകളെ ഇവിടെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു അടുത്ത മന്ത്രത്തിൽ. അതിനുശേഷമുള്ള അടുത്ത മന്ത്രത്തില് സംഭവ, അസംഭവ എന്ന് പറയുന്ന 2 വാക്കുകളെ ചേർത്തിരിക്കുന്നു. പിന്നീട് നമുക്ക് കാണാം അസംഭൂതി എന്നും വിനാശം എന്നും പറഞ്ഞിരിക്കുന്ന വാക്കുകളെ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാല് സംഭൂതി, സംഭവ, വിനാശ, ഇത് 3ഉം ഒന്നിച്ചു പോകും. അസംഭൂതി, അസംഭവ, ഇത് 2ഉം ഒന്നിച്ചു പോകും. അപ്പൊ ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് നമ്മൾ ഇനിയുള്ള മന്ത്രത്തെ കാണണം. അന്ധം തമഃ പ്രവിശന്തി, അന്ധകാരത്തിലേക്ക് പ്രവേശിക്കുന്നു. സംഭൂതിമുപാസത്തെ, ആദ്യത്തേത് അസംഭൂതി. അസംഭൂതിമുപാസത്തെ, യാതൊരുവനാണോ അസംഭൂതിയെ ഉപാസിക്കുന്നത് അവൻ അന്ധകാരത്തിലേക്ക് പ്രവേശിക്കുന്നു. തതോ ഭൂയ ഇവതേ തമഹ, യാതൊരുവൻ അതിനേക്കാളും തതോ ഭൂയ തതഹ അതിനേക്കാളും ഭൂയ കൂടുതലും ഇവ തേ അങ്ങനെയുള്ളവര് സംഭൂത്യാം രതാഹ, സംഭൂതിയെ ഉപാസിക്കുന്നവൻ, സംഭൂത്യ ഉപാസന ചെയ്യുന്നവൻ അതിനേക്കാളും കൂടുതൽ ഇരുട്ടിലേക്ക് പോകും. അപ്പൊ ഇവിടെ 2 വാക്കുകളുണ്ട്. അസംഭൂതി ഉപാസനയെന്നും സംഭൂതി ഉപാസനയെന്നും പറയുന്ന രണ്ട് വാക്കുകളുണ്ട്. ഇത് നമുക്ക് നോക്കാം. എന്താണ് ഈ അസംഭൂതി എന്നും സംഭൂതി എന്നും പറഞ്ഞിരിക്കുന്നത്? സംഭൂതി സമം സംഭവ, അസംഭൂതി സമം അസംഭവ. ഇനി സംഭവ എന്നുള്ള വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ സംഭൂതി എന്നുള്ള വാക്കിന്റെ അർത്ഥം നോക്കാം. ഒന്ന് നമുക്ക് ഈ അസംഭൂതി എന്ന് പറയുന്ന വാക്ക് ആദ്യം നോക്കാം എന്തൊക്കെയാണുള്ളത്. ന സംഭൂതി അസംഭൂതി. ന സംഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം പ്ലസ് ഭൂതി സംഭൂതി. ഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവതി ഇതി, അത്രയേ ഉള്ളൂ. ഭൂ എന്ന് പറയുന്ന ധാതു എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നർത്ഥം. ഭൂതി എന്ന് പറഞ്ഞാൽ ഉണ്ടായത്. അപ്പോൾ ഭൂതി എന്ന് പറഞ്ഞാൽ ഉണ്ടായത്,
ആ അർത്ഥം തന്നെയാണ് ഭവഹ എന്ന് പറഞ്ഞാലും. ഭവഹ സമം ഉണ്ടായത്, ഭൂതഹ സമം ഉണ്ടായത്, എല്ലാം ഒരേ അർത്ഥം തന്നെ. അപ്പോൾ ഭവഹ എന്ന് പറഞ്ഞാൽ ഉണ്ടായത്, സംഭവഹ എന്ന് പറഞ്ഞാൽ ഉണ്ടായത്, സമ്യക് ഭവഹ. സംഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായത്, സമ്യക് ഭൂതി സംഭൂതി. ഇപ്പൊ എന്താണ് ഇവിടെ ഉണ്ടായത്? നല്ലതുപോലെ ഉണ്ടായതും അപ്രകാരം നല്ലതുപോലെ ഉണ്ടാവാത്തതും. ഇപ്രകാരം രണ്ടായിട്ട് തിരിച്ചു. അങ്ങനെ തിരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം. അതായത് നമ്മള് ഈ ഊർധ്വലോകങ്ങളെ, ഒന്ന് നാം വസിക്കുന്ന ഭൂലോകം, രണ്ടാമതായിട്ട് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യമായ സ്വർഗലോകം ഒന്ന്, രണ്ടാമത് അതിനും ഉപരിയായിട്ട് നിൽക്കുന്ന ബ്രഹ്മലോകം. അപ്പോ ഒന്ന് സ്വർഗലോകം, രണ്ട് ബ്രഹ്മലോകം, മൂന്നാമത് ഈ ബ്രഹ്മാവുണ്ടെങ്കിലല്ലേ ബ്രഹ്മലോകം സാധ്യമാവത്തുള്ളൂ. അപ്പോൾ ബ്രഹ്മാവും ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന മൂലപ്രകൃതി, അത് അടുത്തത്. അപ്പൊ ഈ മൂലപ്രകൃതിയിൽ നിന്നാണല്ലോ ബ്രഹ്മാവുണ്ടായത്. അപ്പോൾ ബ്രഹ്മലോകം തുടങ്ങിയ ലോകങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമായിട്ടുള്ള മൂലപ്രകൃതിക്ക് ബ്രഹ്മലോകത്തിന്റെയും മുകളിലായിട്ടുള്ള സ്ഥാനം കൊടുത്തിട്ടുണ്ട്. മൂലപ്രകൃതി അല്ലെങ്കിൽ അതിനെ അവ്യാകൃതം എന്ന് പറയുന്നു, അതല്ല എങ്കിൽ അതിനെ മായ എന്ന് പറയുന്നു. അപ്പോൾ ബ്രഹ്മാവ് ഉണ്ടായതും ഈ മായയെ ആശ്രയിച്ചുകൊണ്ടാണ്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു ഉപാസനയുടെ ഫലമായിട്ട് ഉപാസനയുടെയും കർമ്മത്തിന്റെയും എല്ലാത്തിന്റെയും ഫലമായിട്ടുള്ള ഒന്നാമത്തെ ഫലമായ സ്വർഗലോകം, അതല്ല വേണ്ടത് എങ്കിൽ രണ്ടാമത്തെ ഫലമായിട്ടുള്ള ബ്രഹ്മലോകം, അതുമല്ല എങ്കിൽ അതിനുമുപരിയായിട്ടുള്ള അവ്യാകൃതം എന്ന് പരാമർശിക്കുന്നതായ മൂലപ്രകൃതി എന്ന് പരാമർശിക്കുന്നതായ തത്വം. മൂലപ്രകൃതിയും കഴിഞ്ഞാൽ അതിനപ്പുറത്ത് ഇനി ഒന്ന് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം. അപ്പോൾ ബ്രഹ്മമല്ലാത്ത അതിന് താഴെയുള്ള മൂലപ്രകൃതി, അതിനും താഴെയുള്ള ബ്രഹ്മലോകം. ഈ ബ്രഹ്മലോകവും മൂലപ്രകൃതിയുമാകുന്ന ഈ രണ്ടെണ്ണത്തിനെ വെച്ചുകൊണ്ടാണ് ഇവിടെ അസംഭൂതി എന്നും സംഭൂതി എന്നും പരാമർശിച്ചിരിക്കുന്നത്. സംഭൂതി സംഭവിച്ചത്, ഉണ്ടായത് ബ്രഹ്മലോകം. അങ്ങനെയാവുമ്പോൾ അസംഭൂതി എന്ന് പറഞ്ഞാലോ ഉണ്ടാവാത്തത്, എന്നെന്നുമുള്ളത് എന്ന് സാരം. ഉണ്ടാവാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂലപ്രകൃതി എന്ന് ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ടേയില്ല. അനാദികാലം എന്നുള്ളതാണ് അതിന് അനാദിയാണ് മൂലപ്രകൃതി. അതായത് മായ അനാദിയാണ്, മൂലപ്രകൃതി അനാദിയാണ്. ബ്രഹ്മാവാകട്ടെ ഉണ്ടായതാണ്. ബ്രഹ്മാവ് ഉണ്ടായത് നമുക്കറിയാം, ബ്രഹ്മലോകം ഉണ്ടായതും ബ്രഹ്മാവ് ഉണ്ടായതൊക്കെ നമുക്ക് ഈ പുരാണങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ഒരു താമരയുണ്ടായി, ആ താമരയിൽ ബ്രഹ്മാവുണ്ടായി. അപ്രകാരം ബ്രഹ്മാവിന്റെ ഉത്പത്തിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അത് കാരണം ബ്രഹ്മലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായത് എന്നുള്ള അർത്ഥത്തിൽ സംഭവ എന്ന് പറയും. അപ്പോൾ ഉണ്ടായതായതുകൊണ്ട് അതിന് വിനാശവുമുണ്ട്. ഉണ്ടായതിനല്ലേ വിനാശം ഉണ്ടാവത്തുള്ളൂ. അതിനാല് ഇനിയും വരാൻ പോകുന്ന മന്ത്രത്തിൽ വിനാശം എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ ബ്രഹ്മലോകത്തിനെ തന്നെയാണ്. സംഭൂതി എന്ന് പറഞ്ഞിരിക്കുന്നതും ബ്രഹ്മലോകമാണ്, സംഭവ എന്ന് പറഞ്ഞിരിക്കുന്നതും ബ്രഹ്മലോകമാണ്, വിനാശ എന്ന് പറഞ്ഞിരിക്കുന്നതും ബ്രഹ്മലോകമാണ്. ഇപ്പം വളരെ ക്ലിയർ ആയല്ലോ. ഇനിയിപ്പോൾ ഇതിനു മുകളിൽ പറഞ്ഞിരിക്കുന്ന അസംഭൂതി, അതെന്താണ്? മൂലപ്രകൃതി. അപ്പോൾ അസംഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലപ്രകൃതിയെ ഒരുവന് പ്രാപിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ യോഗശ്ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു യോഗചര്യയെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന യോഗസൂത്രമുണ്ട്. അപ്പോൾ യോഗസൂത്രത്തിലാണെങ്കിൽ അവിടെ സർവ്വവിധത്തിലുള്ള ശമ ദമ തുടങ്ങിയിട്ടുള്ള സകലവിധ ഗുണങ്ങളോടും കൂടിയവനായിട്ട്, സർവ്വ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ഒരുവൻ പിന്തിരിക്കപ്പെട്ടവനായിട്ട്, ആ വിഷയങ്ങളൊന്നുമില്ലാത്ത ചിത്തവൃത്തിയെ വിഷയരഹിതമായിട്ട്, ചിത്തത്തെ സകല വിഷയ നിർവൃത്തനായിട്ട്, ഒരു വിഷയങ്ങളും ഇല്ലാത്തതായിട്ട്. അപ്പോൾ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലേ ഉള്ളൂ, ഒന്ന് ശബ്ദം, രണ്ട് രൂപം. അപ്പോൾ ആ വിഷയത്തിന്റെ പിന്നുള്ളതെല്ലാം ഭാവ സ്മൃതികളായിട്ട് വരാം. അതായത് നമുക്ക് രുചികൾ സ്മരിക്കാം, അതേമാതിരി രസങ്ങളെ സ്മരിക്കാം, രൗദ്രം തുടങ്ങിയിട്ടുള്ള ഭാവങ്ങളൊക്കെ വരാം. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ എല്ലാവിധത്തിലുമുള്ള ഇതിനെ പറയുന്നത് ചിത്തത്തിന്റെ വിക്ഷേപങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വിക്ഷേപങ്ങളെ മുഴുവൻ മറ്റൊരു പേരിൽ പറഞ്ഞിരിക്കുകയാണ് വൃത്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് കാലത്ത് വ്യക്തമായിട്ട് പിന്നെ ഇല്ലാതാവുന്നതെന്ന് അർത്ഥം, അത്രയേ ഉള്ളൂ. അന്ധക്കരണം എന്ന് പറഞ്ഞാൽ മനസ്സ്. ഈ അന്ധക്കരണത്തിന്റെ ഈ മനസ്സിൽ ഓരോരോ സമയത്ത് ആവിർഭവിക്കുന്നു, നിലനിൽക്കുന്നു,
ആ നിലനിൽക്കുന്ന ഘട്ടത്തിൽ അത് വലുതാണ്, അത് നമ്മളെ ആകപ്പാടെ മൂടിക്കളയും. അതാണ് നാം. അപ്പോൾ ക്രോധം വന്നു, ക്രോധത്താൽ നാം മൂടപ്പെട്ടു, നാം ക്രോധി എന്ന് പറയുന്നു. ആ ക്രോധത്തിന്റെ ബഹിർസ്ഫുരണം എന്ന് പറയുന്നത് ചുവന്ന കണ്ണുകളോടും ഉഗ്രമായ ഭാവത്തോടു കൂടിയിട്ടുള്ളവനായിട്ടും മോഹം ക്രൂരമായിട്ടും വക്രമായിട്ടും ഒക്കെ വെക്കുകയും പരുഷമായ ശബ്ദങ്ങൾ പ്രയോഗിക്കുകയും പിന്നെ എന്തും ചെയ്യുവാൻ ഉദ്യുക്തമായിട്ടുള്ള രീതിയിൽ വിക്ഷോഭത്തോടുകൂടി നിൽക്കുന്ന ഒരു ശരീരവും, അതായത് ഗാത്രത്തിന്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ഗാത്രത്തിന്റെ പ്രകടനങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് അവിടെ കോപം എന്ന് പറയുന്ന ഒരു മനോവികാരം വൃത്തി വന്ന് അതുകൊണ്ട് നമ്മൾ ആകെ മൂടി. പക്ഷെ എത്ര കാലം നിൽക്കുമെന്നാ? ഇനി ആരായാലെന്താ? അതിനിപ്പം ഒരു അത്യധികം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു അസുരനായ ഒരു രാക്ഷസനായാൽ പോലും നിത്യക്രോധവൃത്തി നിൽക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. ചിരിച്ചു പോകും രാവണനും. അതേമാതിരിയാണ് കുംഭകർണനും ചിരിക്കും, രാവണനും ചിരിക്കും. ചിരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. മനുഷ്യന് ഒരു ചിത്തവൃത്തിയിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുക സാധ്യമല്ലാത്തതുപോലെ ഓരോ ജീവജാലങ്ങൾക്കും സ്ഥിരമായിട്ട് ഒരു ചിത്തവൃത്തി നിൽക്കുക സാധ്യമല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ദേവനും സാധ്യമായ ഒരു കാര്യമല്ല നിത്യമായിട്ട് ഒരു ചിത്തവൃത്തി നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് കരയും ദേവനും. അത് കരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ ഓടി ഭയം കൊണ്ട് ഓടിയിട്ട് ഓടിയും ദേവിയെ വെച്ച് സ്തുതിക്കുന്നതും താമരമുട്ടിനുള്ളിൽ കയറി ഒളിക്കുന്നതുമായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. അതേമാതിരിയാണ് ചഞ്ചല ചിത്തത്തോടു കൂടിയിട്ടുള്ളതാണ് ദേവന്മാരെന്നുള്ള രീതിയിൽ നമുക്ക് ഈ പുരാണങ്ങളിലും ഒക്കെ കാണാം. തപസ്സികളിലാണെന്നുണ്ടെങ്കിലും തപോവൃത്തിയിൽ ഒരേ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ തപോവൃത്തി മാറുന്നു. ഇങ്ങനെ വൃത്തികളെന്ന് പറഞ്ഞാൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെല്ലാം പരിഹാരമായിട്ട് യോഗസൂത്രത്തില് യോഗപ്രാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞുകൊണ്ട് മഹർഷി പതഞ്ജലി മഹർഷി അവിടെ ഈ യോഗത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ചിത്തവൃത്തി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പ്രമാണ, വിപര്യേയ, വികൽപ്പ, നിദ്ര, സ്മൃതി. ഈ നിദ്ര, ഉറക്കം വരെയുള്ള ചിത്തവൃത്തികൾ. ഈ 5 തരത്തിൽ വൃത്തേഹ പഞ്ചതയ്യ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സൂത്രമുണ്ട്. ഈ 5 തരത്തിലുള്ള വൃത്തികളെയും നിദ്ര വരെയുള്ള വൃത്തികളെ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്ഷുരിന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുക തുടങ്ങിയിട്ടുള്ള അറിവുണ്ടാകുന്ന സമയം മുതൽ ഉറക്കം വരെയുള്ള സകലതിനെയും കവർ ചെയ്യുന്ന വിധത്തിലാണ് പ്രമാണ, വിപര്യ, വികൽപ്പ, നിദ്ര, സ്മൃതി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഈ വൃത്തികളെ ക്രോഡീകരിച്ചിരിക്കുന്നു. അപ്പോൾ ആ വൃത്തികളെ മുഴുവൻ സ്തംഭിപ്പിച്ചാൽ, അതായത് ഒരു വൃത്തിയുമില്ലാതെ അവിടെ ചിത്തത്തെ വൃത്തിരഹിതമാക്കി നിർത്തിക്കഴിഞ്ഞാൽ യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയും. അപ്പോൾ അപ്രകാരം ചിത്തവൃത്തി നിരോധത്തെ അഭ്യസിക്കുന്ന ഒരുവൻ, അപ്പൊ എപ്പോഴും അത് നടത്തിക്കൊണ്ട് പോകാൻ സാധ്യമല്ല. പക്ഷെ ഇങ്ങനെ അഭ്യസിച്ച് ശീലിച്ച് ത്യജിക്കുന്ന ഘട്ടത്തിലെ വൃത്തിരാഹിത്യം, അതായത് സമ്പൂർണമായ വൃത്തിരാഹിത്യം ഒരുവൻ വരുത്തിയാൽ എവിടെ പോകുമെന്ന? അപ്പോൾ ചിത്തവൃത്തികൾ മുഴുവൻ സമ്പൂർണമായിട്ട് നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിദ്രയുമല്ല എന്നർത്ഥം. ജാഗ്രത അവസ്ഥയിലെ വ്യത്യസ്തമായ ഭാവഭേദങ്ങളോ അനുഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിനാൽ ഇവിടെ വൈവിധ്യങ്ങളില്ല, വൈവിധ്യരഹിതമായിട്ടുള്ളത്. നിദ്രയാവട്ടെ അജ്ഞാനമാണ്. അവിടെ ആ തരത്തിലുള്ള അറിവില്ലായ്മയും തന്റെ തന്നെ സ്മൃതിയില്ലായ്മയും ഉള്ള ആ നിദ്രയാവട്ടെ അതുമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക അവസ്ഥാവിശേഷത്തില് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രത്യേക അവസ്ഥാവിശേഷത്തിനെയാണ് മൂലപ്രകൃതി ലയം എന്ന് പറയുന്നത്. അപ്പോൾ മൂലപ്രകൃതി ലയത്തിൽ എത്ര കാലം കഴിയാമെന്നാണ്, അല്ലെങ്കിൽ മൂലപ്രകൃതി ലയം അല്ലെങ്കിൽ അവ്യാകൃതത്തിലുള്ള ലയം എന്ന് പറയും. അവ്യാകൃതത്തിലേക്ക് ലയിച്ചങ്ങനെ ഈ വ്യക്തി ഈ യോഗചര്യയുടെ ഭാഗമായിട്ട് അവ്യാകൃതത്തിൽ ലയിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഈ അവ്യാകൃതത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഈ സൃഷ്ടി ആരംഭത്തില് തൊട്ട് സൃഷ്ടി അവസാനിക്കുന്നിടം വരെ ഈ കൽപ്പം, യുഗം തുടങ്ങിയിട്ടുള്ള കാലഭേദങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ കാലഭേദങ്ങളില് ഉള്ള അതിനെ വെച്ചുകൊണ്ട് സൃഷ്ടി ആരംഭത്തില് സർവ്വ ജീവജാലങ്ങളെയും അത് പുറന്തള്ളും. ഇതാണ് മൂലപ്രകൃതിയുടെ ഒരു പ്രത്യേകത. പിന്നെ പിന്നീട് ഇടയ്ക്ക് ഇതേമാതിരി ഏതെങ്കിലും ജീവന്മാർ ആ മൂലപ്രകൃതിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാല് മൂലപ്രകൃതിക്ക് വിരോധമൊന്നുമില്ല. അവിടെ ആ നിത്യ സുഖത്തിലെ മൂലപ്രകൃതിയിലെ ഭാവഭേദങ്ങളില്ലാത്ത ദ്വൈതഭേദങ്ങളില്ലാത്തതായ ആ സുഖത്തില് ആ മൂലപ്രകൃതിയിലെ ആ ജീവാത്മാവിനെ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും.
പിന്നീട് മഹാപ്രളയം എന്ന് പറയുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഈ ലോകങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞില്ലാതായി കഴിയുമ്പോൾ സർവ്വജീവജാലങ്ങളും കൂടെ ഈ ലോകങ്ങളും സർവ്വജീവജാലങ്ങളും എല്ലാം മൂലപ്രകൃതിയിൽ പോയി ലയിച്ച് സർവ്വവിധ ഭാവങ്ങളും ഇല്ലാത്തതായിട്ട് ഏകത്തിൽ ലയിച്ചു നിൽക്കുന്ന ആ ഒരു ഘട്ടമാണ് ഈ പ്രളയം എന്ന് പറയുന്നത്. അതാണ് പ്രളയം. അല്ലാതെ വെള്ളം കയറി ഇവിടെ ഒന്ന് മൂടുക എന്നുള്ളതല്ല പ്രളയം. പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകങ്ങളേ ഇല്ല. ഒരു ലോകങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോക്താവുമില്ല, ഭോഗ്യവുമില്ല. ഇതാണ് ലോകമില്ല എന്ന് പറഞ്ഞു. കാണുന്നവനുമില്ല, കാണപ്പെടുന്നതുമില്ല, കേൾക്കുന്നവനുമില്ല, കേൾക്കപ്പെടുന്നതുമില്ല, ഒന്നുമില്ലായ്മ. പക്ഷെ ആ ഒന്നുമില്ലായ്മ എന്ന് പറയുന്നത് സർവ്വസാധ്യതകളുടെയും ബീജം നിൽക്കുന്ന ഒന്നുമില്ലായ്മയാണ്. അതായത് ശൂന്യത്തിൽ നിന്നൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ ശൂന്യമല്ലത്. സർവത്തിനെയും കൂടെ അവിടെ ബീജഭാവത്തില്, സൂക്ഷ്മഭാവത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥിതിയാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത്, അവ്യാകൃതം എന്ന് പറയുന്നത്. അപ്പോൾ അവ്യാകൃതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പിന്നീട് പുനഃസൃഷ്ടി എന്ന് പറയുന്ന ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ, അതായത് സർവ്വതും ലയിച്ചതിന് ശേഷം പുനഃസൃഷ്ടി വരുമ്പോൾ അവിടെ ആളും തരവും ഒന്നും നോക്കത്തില്ല. പ്രകൃതിലയത്തിൽ കിടന്ന ആളാണോ ഇല്ലയോ എന്നൊന്നും നോക്കത്തില്ല. പുറം തള്ളുമ്പോൾ ഇന്നലെ കടന്നു വന്ന ആളും 10,000 വർഷമായിട്ട് അവിടെ കിടന്ന ആളും എല്ലാത്തിനെയും ഒരേപോലെ പുറത്തേക്ക് പുറന്തള്ളും. അങ്ങനെ പുറന്തള്ളുമ്പോൾ അതിനൊരു കാരണവും കൂടിയുണ്ട്. ആ വ്യക്തി അവിടെ കിടന്നതിന്റെ അർത്ഥം പുനർജനിക്കുവാൻ വേണ്ടി ആയതുകൊണ്ടാണ്. അങ്ങനെ പുനർജനിക്കുവാൻ വേണ്ടി കിടക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ മൂലപ്രകൃതിയിൽ കിടക്കാൻ പറ്റത്തുള്ളൂ. പുനർജന്മം ഇല്ലാത്തവർക്ക് മൂലപ്രകൃതിയിൽ അവിടെ പറയും, മൂലപ്രകൃതി പറയും ഇവിടെ നിങ്ങൾക്ക് കാട്ടിലില്ല എന്ന് പറയും. കാരണം മൂലപ്രകൃതിക്ക് അത് ഓരോരുത്തർക്കും ക്വാളിഫിക്കേഷൻ ഉണ്ട്. പുനർജന്മം സാധ്യമായിട്ടുള്ള വ്യക്തികളെ മാത്രമേ അവിടെ നമുക്കറിയാം. പാസ്പോർട്ട് ഉള്ളവർക്ക് മാത്രമേ ഇവിടുന്ന് കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് മാതിരി, വിസ ഉള്ളവർക്ക് മാത്രമേ ഇവിടോട്ട് ഇറങ്ങാനും പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് മാതിരി, ഈ അവ്യാകൃതത്തില് അഥവാ മൂലപ്രകൃതിയില് നിത്യലയത്തിൽ ഒരുവൻ കഴിയണമെങ്കിൽ ആ നിത്യലയം എന്ന് പറയുന്നത് കോട്ടിലാണ്. നിത്യലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാലഘട്ടത്തിൽ കഴിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനേകം ഒരു ബ്രഹ്മാവിന്റെ മുഴുവൻ പൂർണ്ണമായ കാലഘട്ടത്തിൽ കഴിയണമെന്നുണ്ടെങ്കിൽ അവിടെ പുനർജന്മം എന്ന് പറയുന്നത് ഇവന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ അതില്ല എങ്കിൽ ആള് മുക്തനാണ്. ആൾക്ക് പിന്നെ ഈ മായയുടെ ഭാഗമായിട്ട് കഴിയാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെയുള്ള ആ ആളിനെ ആണ് ഇവിടെ അസംഭൂതിയിൽ പ്രവേശിച്ചവൻ എന്ന് പറയുന്നത്. അപ്പോൾ അസംഭൂതിയിൽ പ്രവേശിച്ചവൻ എന്ന് പറയുന്നതും സംഭൂതിയിൽ പ്രവേശിച്ചവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഭൂതിയിൽ പ്രവേശിച്ചവൻ ബ്രഹ്മലോകത്ത് പ്രവേശിച്ചവനും അസംഭൂതിയിൽ പ്രവേശിച്ചവൻ ഇവിടെ മൂലപ്രകൃതിയിൽ പ്രവേശിച്ചവനുമാണ്. സംഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടായതാണ്. അതുകൊണ്ട് ഉണ്ടായതായതുകൊണ്ട് അതിനെ വിനാശം എന്ന് പറഞ്ഞ് നശിക്കാൻ പോകുന്നതാണ് എന്നുള്ള രീതിയിൽ അവിടെ വിനാശം എന്നുള്ള പദവും കൂടെ ചേർക്കും. ഇത്രയും ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രത്തിലേക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഒന്നുകൂടെയുണ്ട്. അതായത് വിദ്യ, അവിദ്യ എന്ന് പറയുമ്പോൾ മാർഗത്തിനെ മുൻനിർത്തിക്കൊണ്ട്, അതായത് മീൻസ് എന്ന് പറഞ്ഞ മാർഗത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വിശകലനമാണ് അവിടെ നടന്നത്. സംഭവ അസംഭവ, അല്ലെങ്കിൽ സംഭൂതി അസംഭൂതി, അല്ലെങ്കിൽ അസംഭൂതി വിനാശം. ഈ പറഞ്ഞത് പറയുമ്പോൾ ലക്ഷ്യസ്ഥാനത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് അവിടെ ആ പ്രയോഗങ്ങൾ ഉണ്ടായത്. വിദ്യയാ അവിടെ നമുക്ക് കാണാം തൃതീയ യിലാണ് വിദ്യയാൽ എന്നർത്ഥം. അപ്പോൾ വിദ്യയാൽ എന്നുള്ള പ്രയോഗവും മറ്റത് അസംഭവാത് എന്ന് പറഞ്ഞ പഞ്ചമി പ്രയോഗമാണ്. അതായത് ഒരു ദേശസ്ഥാനത്തെയാണ് അവിടെ കാണിക്കുന്നതെന്നർത്ഥം. ഏതാണ് ദേശസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മലോകം, അതായത് മൂലപ്രകൃതി എന്ന് പറയുന്ന ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള ദേശം എന്നുള്ള അർത്ഥമല്ല, സ്ഥാനം എന്നുള്ള അർത്ഥം. അപ്പോൾ ഒന്ന് മാർഗം എന്നുള്ളത് ദൃഷ്ടിയിലും രണ്ടാമത്തത് ലക്ഷ്യം എന്നുള്ള ദൃഷ്ടിയിലും പക്ഷേ അർത്ഥവ്യത്യാസമൊന്നുമില്ല, ഉദ്ദേശത്തിനും വ്യത്യാസമില്ല. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രസിദ്ധമായ ഒരു വാക്യം കേട്ടിട്ടുണ്ട്. വാക്യം ഇങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. അതായത് കല്യാണം കഴിച്ചാൽ ഇവന്റെ ഭ്രാന്ത് പോകും, ഇവന് കല്യാണം കഴിക്കണമെങ്കിൽ ഭ്രാന്ത് പോയാലേ ഇവന് കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ കേട്ടത്. പക്ഷെ ആ മുഴുവൻ വരി നമ്മൾ ഇവിടെ എടുക്കുന്നില്ല, പകരം ഇത് മാത്രം എടുക്കാം. വിവാഹേന ചിത്തഭ്രമോ നശ്യത്തി. വിവാഹം കൊണ്ട് ഇവന്റെ ചിത്തഭ്രമം പോകുന്നു. വിരോധമില്ലല്ലോ. വിവാഹം കൊണ്ട് ഇവന്റെ ചിത്തഭ്രമം പോകുന്നു. ഇനി ആ ഒരു വരി അവിടെ മാറ്റി വെച്ചു, വേറൊരു വരി എടുക്കാം. ഗ്രഹസ്ഥനായതോടുകൂടി ഇവൻ സ്വസ്ഥനായി. ഗ്രഹസ്ഥാശ്രമാത് സസ്വസ്ഥോ ഭവതി. ഗ്രഹസ്ഥാശ്രമത്തിനാൽ ഇവൻ സ്വസ്ഥനായി.
അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിനാൽ ഇവൻ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് അവിടെ ഒരു സ്ഥാനം കാണിച്ചു. വിവാഹത്തിനാൽ എന്ന് പറഞ്ഞാൽ വിവാഹം അവിടെ ഒരു ഹേതു, ഒരു മാർഗവും കാണിച്ചു. പക്ഷെ വ്യത്യാസമുണ്ടോ എന്നാ? വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വിദ്യ അവിദ്യ എന്ന് പറയുമ്പോൾ ഒരു മാർഗത്തിന്റെ ഒരു പ്രതീതി. തൃതീയ എന്ന് പറയുന്ന അവിടെ തൃതീയ എന്ന് പറയുന്ന വിഭക്തിയാൽ പരാമർശിക്കുകയുണ്ടായി. അതേസമയം നമുക്ക് സംഭവ അസംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചമി വിഭക്തിയിലാണ് സംഭവാത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനിയിപ്പം മന്ത്രത്തിലേക്ക് കാണാം. 12ാമത്തെ മന്ത്രം. അന്ധം തമഃ പ്രവിശന്തി യേ അസംഭൂതിമുപാസതേ. അപ്പൊ ആദ്യത്തേത് ഇവിടെ അസംഭൂതിയാണ് പറഞ്ഞിരിക്കുന്നത്. യാതൊരുവനാണോ യാതൊരുവനാണോ അസംഭൂതിയെ ഉപാസിക്കുന്നത്, അതായത് മായാശക്തി ഉപാസിക്കുന്നത്, അവൻ അന്ധകാരത്തിലേക്ക് പ്രവേശിക്കുന്നു. അന്ധം തമഃ പ്രവിശന്തി. യഹ യാതൊരുവനാണോ തതോ ഭൂയ അതിനേക്കാളും ഉപരിയായിട്ടുള്ള അന്ധകാരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നർത്ഥം. യ ഉ സംഭൂത്യ അമൃതാഹ സംഭൂതിയിൽ രമിക്കുന്നവൻ എന്നർത്ഥം. ഇപ്പൊ ഹിരണ്യഗർഭോപാസന ചെയ്യുന്നവനെ ഇതിനേക്കാളും കൂടുതൽ ഇരുട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ ഒരു അർത്ഥമുണ്ട്. കാരണം ഇവൻ തോന്നുന്നു ഇവൻ എന്തോ വലിയ മഹത്തായ കാര്യം ചെയ്തു എന്ന്. ഈ മഹത്തായ എന്തോ കാര്യം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഹത്തായ കാര്യം എന്താണെന്നാ, ഈ മഹത്തായ കാലത്തിലൊരു തുച്ഛമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അറിവില്ലായ്മ. ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ആ മനുഷ്യജന്മത്തിലൂടെ നേടാവുന്ന ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒന്നിനെ നേടാൻ പോകാതെ താൽക്കാലികമായിട്ട് എന്ന വണ്ണം നിൽക്കുന്ന ഒരു ലോകപ്രാപ്തി ഇവൻ ലക്ഷ്യമാക്കി വെച്ചു കഴിഞ്ഞപ്പോൾ ആ ലോകത്തിൽ പോയ ശേഷം തിരിച്ച് വീണ്ടും ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന രീതിയിൽ വീണ്ടും തിരിച്ച് പഴയ സ്ഥാനത്തിലേക്ക് എത്തുന്നത് പോലെ നമ്മൾ ചുണ്ടലി പിന്നെയും ഈ ഒരുപാട് യാത്രകൾ നടത്തിയ ശേഷം വീണ്ടും ചുണ്ടലി ആയതുപോലെ, ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടലിക്ക് തോന്നി പൂച്ചയായി കഴിഞ്ഞാൽ വലിയ ആളാണെന്ന് തോന്നി. അങ്ങനെ ഓരോരോ ഘട്ടം എത്തിക്കഴിഞ്ഞ് മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അത് വീണ്ടും തിരിച്ച് ചുണ്ടലിയായെന്ന് പറയുന്നത് പോലെ ഈ ഊർധ്വലോകങ്ങളിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ച് ഇവിടെ തന്നെയാണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ എത്തിയ ശേഷം ഇവന് വീണ്ടും അവന്റെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു. ഇതേ കണ്ടോ ഞാൻ അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞ് ഓരോ ലോകങ്ങളിൽ പോയതിന്റെ കഥ കാണിച്ചു കൊടുക്കായിരുന്നു. പക്ഷെ അതൊന്നും ഓർമ്മ പോലും ഇല്ലാന്ന്, ഒരു ഓർമ്മ പോലും ഇല്ലാതെ അവൻ വീണ്ടും പഴയ മാതിരി തന്നെ നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു 100 വർഷം കഴിഞ്ഞ ശേഷം ഇതേമാതിരി തന്നെയാണ് നമ്മൾ വീണ്ടും അന്നത്തെ അധ്വാനം കൊണ്ട് ജീവിക്കുന്ന വേറൊരുവനായിട്ടാണ് കഴിയുന്നതെന്നുണ്ടെങ്കിൽ, അതും പണ്ടുകാലത്ത് കഴിഞ്ഞവനുള്ള ഓർമ്മ പോലും ഇല്ലാത്തവനായിട്ടാണെന്നുണ്ടെങ്കിൽ, ഒരു നിമിഷ നേരത്തേക്ക് മാത്രം നിൽക്കുന്ന സുഖങ്ങളും അല്പകാലത്തേക്ക് മാത്രം നിൽക്കുന്ന ഓർമ്മകളും ഒക്കെ കൊണ്ടൊരു ജീവിക്കുന്ന ഒരുവനായിട്ട് വീണ്ടും 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 ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ ബ്രഹ്മലോകത്ത് പോയാൽ എന്താ കാര്യം? സ്വർഗത്ത് പോയാൽ എന്താ കാര്യം? അവൻ പഴയ ആള് തന്നെ അല്ലേ എന്നാ ചോദ്യം. അത് എന്ന് മാത്രമല്ല, കിട്ടിയ ഒരു അവസരത്തെ അവനത് ഭോഗത്തിനായിട്ട് ഉപയോഗിച്ചു, ഭോഗലോകത്തിനായിട്ട് അവൻ ഉപയോഗിച്ചു, ഭോഗസാമഗ്രികൾ നേടുന്നതിനായിട്ട് അവന് ഉപയോഗിച്ചു. ഭോക്താവായിട്ട് വീണ്ടും തന്നെ മറക്കുവാൻ അവൻ ഉപയോഗിച്ചു, മതി മറക്കുവാൻ അവൻ ഉപയോഗിച്ചു. അവനല്ലേ കൂടുതൽ അന്ധകാരത്തിലേക്ക് പോയവനാണ് ഋഷി അവിടെ ചോദിക്കുന്നത്. അടുത്ത മന്ത്രം ഇതിന്റെ തുടർച്ചയാണ്. അന്യദേവ ആഹുഹു സംഭവാത് അന്യദാഹു അസംഭവാത് ഇനി ശുശ്രുമധീരാണാം ഏനസ്തദ്വിചക്ഷിരേ. അപ്പം പൂർവ്വകാലത്ത് പറഞ്ഞിരിക്കുന്ന ഋഷിമാരെ ഇവിടെ സ്മരിക്കുന്നു. ഏ ഋഷയഹ ഏ ഗുരവഹ, ഏത് ഗുരുക്കന്മാരാണോ ഋഷിമാരാണോ, നഹ ഞങ്ങൾക്ക്, നഹ എന്നും ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അക്കാലത്തെ ഋഷിമാർക്ക് എന്നർത്ഥം. അക്കാലത്തെ ഋഷിമാര് ശിഷ്യന്മാരായിരുന്നു. ആ ശിഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഋഷി ആരിൽ നിന്നും ഒന്നും അറിയാതെ കാട്ടിൽ കയറി തപസ് ചെയ്ത് സ്വയം നേടിയെടുത്ത ഒരു വിദ്യയാണിതെന്ന് ഒരിടത്തും പരാമർശിക്കുന്നില്ല. സർവ്വയിടത്തും പരാമർശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗുരുവിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുരു പരമ്പരയെ കാണിക്കുകയാണ്. ആ ഗുരു പരമ്പരയാണെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് ഒരു ശിഷ്യന് കിട്ടി എന്നുള്ള രീതിയിലല്ല. അങ്ങനെ കിട്ടുന്ന ഒരു ഗുരുവിൽ നിന്ന് ഒരു ശിഷ്യന് കിട്ടുന്നത് സിദ്ധ പരമ്പരയാണ്. നമുക്ക് ചില സിദ്ധികളുണ്ടെന്ന് വിചാരിക്കുക. ആ സിദ്ധികൾ നമുക്ക് അത് കർമ്മം കൊണ്ടും ഉപാസന കൊണ്ടും ആർജിച്ചതായിട്ടുള്ള ഒരു സിദ്ധി. ആ ഒരു സിദ്ധി അത് ഒരുവന്റെ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന, ഒരുവന്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന സിദ്ധി അടുത്ത ആളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തി, അത് മന്ത്രസിദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഈ സിദ്ധി ഇല്ലാത്ത ആളായിട്ട് നമ്മൾ മാറും.
അപ്പം ഒരു സിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രകാരം ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് കാണാൻ ചില സിനിമകളിലൊക്കെ, കൃഷ്ണപ്പരുന്ത് പോലത്തെ സിനിമകളിലൊക്കെ കാണാം നമുക്ക്. അതായത് ആ സിദ്ധികൾ മുഴുവനും കൂടെ അടുത്ത ആളിലേക്ക് കൈമാറി കഴിയുമ്പോൾ ഈ അതുവരെയും സിദ്ധികൾ ഉണ്ടായിരുന്ന ആൾ സിദ്ധികളില്ലാത്ത ആളായിട്ട് മാറി. അപ്പൊ ഇങ്ങനെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഒരാൾക്ക് കൊടുത്താൽ അതോടുകൂടി തീർന്നു. അതേസമയം വിദ്യ ആവട്ടെ അപ്രകാരമല്ല, കൊടുക്കും തോറും ഏറിടും എന്നാണ്. നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല എന്നർത്ഥം. നമ്മൾ വിദ്യ എത്രത്തോളം കൊടുത്താലും നമുക്ക് നഷ്ടപ്പെടത്തേയില്ല. സിദ്ധിയാണെന്നുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാപ്പരായി. അതുകൊണ്ട് സിദ്ധന്മാര് അവര് മറ്റുള്ളവരെ അനുഗ്രഹിക്കത്തേ ഉള്ളൂ, പക്ഷെ അവർ ഒരിക്കലും സിദ്ധി കൊടുക്കത്തില്ല. കാരണം സിദ്ധി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പോയിട്ട് എന്തെങ്കിലും കാര്യം നടന്നെങ്കിൽ അവരുടെ കാല് പിടിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ അപ്രകാരമല്ല, ഇത് വിദ്യയാണ്. അപ്പോൾ ആ വിദ്യയുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോ ഗുരുവിനും അനേകം ശിഷ്യന്മാരുള്ള കാലഘട്ടമാണ്. അതായത് രാജസദസ്സുകളിൽ രാജാക്കന്മാരാണ് ഇതിന്റെയൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്, കൊണ്ട് നടക്കുന്നതെന്ന് പറയുന്നത്. രാജവിദ്യയാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടമൊക്കെ നമുക്ക് വീണ്ടും നമ്മൾ പഠിക്കുന്നതിലൂടെയാണ്. നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ തലമുറയിൽ നമ്മളത് നിലനിർത്തുന്നു. അടുത്ത തലമുറയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ പഠിക്കാൻ എടുക്കുമ്പോൾ ഇത് മുമ്പാരും പഠിച്ചിരുന്നില്ല എന്ന് തോന്നാത്ത വിധത്തിൽ നമ്മൾ പഠിച്ചു വെക്കുക. നമ്മളിത് നന്നോടെ പഠിക്കുക. ഇതാണ് നമുക്ക് നമ്മുടെ സമുദായത്തോടും നമ്മുടെ സമൂഹത്തോടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലാതെ നമുക്ക് നമ്മുടെ മഹിമകളെ കുറിച്ച് പരാമർശിക്കലല്ല, നമുക്ക് 4 വേദം ഉണ്ടായിരുന്നു എന്ന് പറയലല്ല. വേദത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിക്കുന്നതിലൂടെയാണ് വേദത്തെ നമ്മൾ സംരക്ഷിക്കുന്നത്. അല്ലെങ്കിൽ വേദത്തിന്റെ പുസ്തകം പ്രിന്റ് ചെയ്തുകൊണ്ട് നമ്മൾ 10 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതവർ പഠിക്കുകയാണെങ്കിൽ അതൊരു ഗുണവുമാണ്. അല്ലാതെ മഹിമ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നും. അപ്പോൾ ഇപ്രകാരം നമ്മൾ ഇവിടെ ആ ശിഷ്യന്മാരിൽ കൂടെ അവർ ഗുരുക്കന്മാരായി കഴിയുമ്പോൾ അവരുടെ ശിഷ്യന്മാരിലേക്കും കൂടെ പകർന്നതായ ആ ഒരു പരമ്പരയെ ഇവിടെ പരാമർശിക്കുന്നു ഋഷി. എന്നിട്ട് പറയുകയാണ്, യഹ നഹ, യാതൊരുവരാണോ ഞങ്ങൾക്ക് വിജചക്ഷിരേ ചക്ഷ് വ്യാഖ്യാനിച്ച് നൽകിയിരിക്കുന്ന. ചക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ പറയുക എന്നർത്ഥം. വ്യക്തായാം വാചി, നല്ലതുപോലെ ചക്ഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ പറഞ്ഞ് ഞങ്ങൾക്ക് തന്നത്. അവരെ ഞങ്ങൾ സ്മരിക്കുന്നു. അവരെന്താ പറഞ്ഞത്? അന്യദാഹു, അവർ പറഞ്ഞിരിക്കുന്നു അന്യത്താണ്. എന്ത്? സംഭവത്തിൽ നിന്നും അന്യമാണ്, അസംഭവാത് അന്യമാണ്. അപ്പൊ അവിടെ നമുക്ക് കാണാം ആ വിദ്യയാൽ എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് സംഭവാത് എന്ന് പറയുന്നത്. അപ്പൊ സംഭവാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രഹ്മലോകത്തിനേക്കാളും ഭിന്നമാണ് എന്നുള്ളത്. അപ്പം ബ്രഹ്മലോകത്തിനേക്കാളും വേറൊന്നാണ്, അല്ലെങ്കിൽ മൂലപ്രകൃതിയേക്കാളും വേറൊന്നാണ് എന്ന് പറയുന്നത് മറ്റേത് പറയുന്നത് പോലെയാണ്. ഇവിടെ വിദ്യയാൽ നേടുന്നതിൽ നിന്നും ഭിന്നമാണ്, അവിദ്യയാൽ നേടുന്നതിനും ഭിന്നമാണ്. ഈ തരത്തിലാണ് ഇതിന്റെ ഗതി പോയിരിക്കുന്നത്. അപ്പോൾ അന്യദാഹുര അസംഭവാ. അപ്പോൾ ഈ ഓരോന്നിന്റെയും ഫലം, അതായത് വിദ്യയുടെ ഫലമായിട്ടുള്ള സ്വർഗലോകവും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉപാസനയുടെ ഫലമായിട്ട് അവിദ്യയുടെ ഫലമായ സ്വർഗവും വിദ്യയുടെ ഫലമായ ഉപാസനയുടെ ഫലമായിട്ടുള്ള ബ്രഹ്മലോകത്തിനെയും അല്ലെങ്കിൽ ഊർധ്വലോകങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ള രീതിയിലുള്ള ആ രീതിയിൽ മന്ത്രത്തിന് ശേഷം ഇവിടെ ഇപ്പോൾ അതിനെ രണ്ടിന്റെയും നമുക്ക് ഈ സ്വർഗലോകത്തിനേക്കാൾ ഉപരിയായ ബ്രഹ്മലോകത്തിനെ എടുത്തുകൊണ്ടുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. സംഭൂതിം ച വിനാശം ച എന്നുള്ള അടുത്ത മന്ത്രത്തിൽ. അന്യദാഹുര അസംഭവത്തിൽ നിന്ന് വേറെയാണ് എന്ന് പറഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞിരിക്കുകയാണ് സംഭൂതിം ച വിനാശം ച. അപ്പൊ ഇവിടുത്തെ പറഞ്ഞിരിക്കുന്ന ആ വിനാശം എന്ന് പറയുന്നത് നമ്മള് മുമ്പ് മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവ എന്നുമായിട്ട് നമ്മൾ ചേർക്കണം എന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കേതാ? സംഭൂതി എന്നുള്ളതാണ്. അതേപോലെ ഇനിയും പറഞ്ഞിരിക്കുന്നത് അസംഭൂതി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ വാക്ക് അസംഭൂതി എന്നുള്ള വാക്കാണ് ശരിക്കുള്ളത്. അത് മന്ത്രത്തില് സംഭൂതി എന്നായതാണ്. അത് ആർഷം എന്ന് പറയും, ഋഷിയുടെ പ്രയോഗമാണത്. അപ്പൊ സംഭൂതിം ച വിനാശം ച എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മള് അവിടെ മിസ്സിംഗ് ആണ്. അവിടെ മിസ്സിംഗ് ആണെന്ന് ശങ്കരാചാര്യർ ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സംശയം കൂടാതെ ആരോടും നമുക്ക് പറയാം എന്നർത്ഥം. അതായത് നമ്മൾ ഇൻവെന്റ് ചെയ്തതല്ല, നമ്മുടെ സ്വന്തമല്ല. അസംഭൂതിയിലെ സംഭൂതി മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ മന്ത്രത്തിൽ കാണുന്നത്. അവിടെ മിസ്സിംഗ് ആണ് എന്ന് ശങ്കരാചാര്യര് ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേർത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, അസംഭൂതിം ച വിനാശം ച.
വിനാശത്തിന് നമ്മൾ ആദ്യം തന്നെ അർത്ഥം കൊടുത്തു. എന്താ വിനാശം? വിനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് സംഭവ എന്ന് പറഞ്ഞത് എന്തോ അത് തന്നെയാവുന്നു. അതിനെ തന്നെയാണ് ബ്രഹ്മലോകം എന്ന് പറയുന്നത്. വിനാശം എന്ന് ഇവിടെ പ്രത്യേകിച്ച് വാക്കെടുത്ത് പറയാൻ കാരണം സംഭവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അതിന്റെ മറുപുറം ആയിട്ട് കാണിക്കുകയാണ് ഉണ്ടായാൽ നശിക്കുമല്ലോ, അതുകൊണ്ട് നശിക്കുന്നത് എന്ന് വാക്ക് അവിടെ പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം വിനാശ സമം ബ്രഹ്മലോക. ഇനി വിനാശം കഴിഞ്ഞാൽ പിന്നുള്ളത് ഏടാ? സംഭൂതിയാണ്. ആ സംഭൂതിയോടുകൂടി ആ ചേർക്കാൻ പറഞ്ഞു. അത് കാരണം നമുക്ക് കിട്ടിയ വാക്ക് അസംഭൂതിയാണ്. അസംഭൂതി എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ അസംഭവ എന്നുള്ളതുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. അസംഭവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലപ്രകൃതി എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അസംഭൂതിയും. ഇവിടുത്തെ ആ മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ മന്ത്രം നമ്മൾ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം: അസംഭൂതിം ച വിനാശം ച. അസംഭൂതിയും വിനാശവും യസ്തദ്വേദോ ഭയം സഹ. യഹ യാതൊരുവനാണോ രണ്ടും കൂടെ ഒന്നിച്ച് അറിയുന്നത്. അതായത് മുമ്പ് പറഞ്ഞു അസംഭവത്തിന്റെ ഫലം വേറെയാണ്, സംഭവത്തിന്റെ ഫലം വേറെയാണ്. ഇവിടെ പറയുന്നു സംഭവത്തെയും അസംഭവത്തെയും അഥവാ അസംഭൂതിയെയും വിനാശത്തെയും. ഈ അഥവാ എന്ന് പറഞ്ഞിരിക്കുന്നതും മറ്റേതുമായിട്ട് കൂട്ടി എപ്പോഴും യോജിക്കണം. കാരണം ഒരേ കാര്യം തന്നെയാണ്. അസംഭൂതിയെയും വിനാശത്തെയും. ആ അസംഭൂതി എന്നുള്ളതിനകത്തെ ആ അവിടെ മിസ്സിംഗ് ആണ്. മന്ത്രത്തിൽ കിടക്കുന്നത് സംഭൂതി എന്നും വിനാശം എന്നുമാണ്. അതും നമ്മൾ നോട്ട് ചെയ്യണം. ഇതൊക്കെ എഴുതി തന്നെ വെക്കണം. എഴുതി വെച്ച ശേഷം വീണ്ടും നോക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ഇത് നിൽക്കത്തുള്ളൂ. അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുറച്ചാളം കഴിഞ്ഞിട്ട് എനിക്കിത് മനസ്സിലായില്ലല്ലോ, മന്ത്രം മനസ്സിലായില്ലല്ലോ എന്ന് പറയരുത്. ഒരു പക്ഷേ വേണ്ടി വന്നാൽ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചു, ഒരേ ക്ലാസ്സിൽ തന്നെ എത്ര പ്രാവശ്യം ആവർത്തിച്ചു. അതേപോലെ എന്നിട്ടും മനസ്സിലായില്ല എങ്കിൽ വീണ്ടും ഇതിപ്പം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് വീണ്ടും കേൾക്കണം. അപ്പൊ ഇതുകൊണ്ട് ഇതൊരിക്കൽ കേട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും കേൾക്കരുതെന്നില്ല കേട്ടോ. ഇത് മന്ത്രങ്ങൾ മനസ്സിലാവണമെങ്കിൽ, അർത്ഥം മനസ്സിലാവണമെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ കേൾക്കണം. കേട്ട് 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 നമുക്ക് ഇനിയും കേൾക്കാൻ തുടങ്ങുമ്പം തന്നെ ഇതിനി അടുത്ത് എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയത്തക്ക വിധത്തിൽ നമ്മളിത് കേട്ടിരിക്കണം. എങ്കിൽ പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് കാലം നമ്മളിത് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. 10 വർഷം മുമ്പ് ആധ്യാത്മിക പഠനം തുടങ്ങി, അന്നും ഉപനിഷത്ത് പഠനം തുടങ്ങി, ഇന്നും ഉപനിഷത്ത് പഠനം. എന്തിനാണെന്നാ ഇത്രയും കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? 1-2 വർഷം വൃത്തിയായിട്ട് പഠിച്ചാൽ 1-2-3 വർഷം, 3.5 വർഷമേ ഉള്ളൂ നമുക്ക് ആശ്രമത്തിലൊക്കെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ. നന്നായിട്ട് പഠിച്ചാൽ 2-3 വർഷം കുറച്ചു കാലം പഠിച്ചാൽ മതി. ആയുഷ്കാലം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പഠിക്കുമ്പോൾ നല്ലതായിട്ട് പഠിച്ചാൽ നമുക്ക് ആയുഷ്കാലം നമുക്കിത് കേൾക്കേണ്ടതാണ്. മനസ്സിലായില്ല എന്നുള്ള ബുദ്ധി നമുക്കുണ്ടാവത്തില്ല. നല്ലതായിട്ട് കേൾക്കണം എന്നർത്ഥം. വീണ്ടും വീണ്ടും കേൾക്കണം. ഇടയ്ക്ക് ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങാം. ഇതേമാതിരി നമുക്ക് പലരെയും നമുക്കറിയാം. അവര് 10 വർഷത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ പ്രയാസമാണെന്ന്. ഇപ്പം വീണ്ടും പുതുതായിട്ട് കേട്ട് കഴിയുമ്പോൾ അവർ പറയും പ്രയാസമാണെന്ന്. പക്ഷെ 10 വർഷത്തിന് അന്ന് കേട്ടിരുന്നത് പ്രയാസമാണെന്ന് പറഞ്ഞിരുന്ന അന്ന് അവിടുന്ന് ഓടിപ്പോകാതെ ഒരു കുറച്ചുനാൾ, ഒരു 1-2 വർഷമെങ്കിലും അത് കേട്ടുകൊണ്ടിരുന്നെങ്കിൽ ഇന്നിപ്പോ അവരാരാകുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഇതിപ്പം മനസ്സിലാവത്തില്ല, പിന്നെ നോക്കാം, അല്ലെങ്കിൽ മനസ്സിലാവുന്നവർ പറയുന്നത് നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പോകരുത്. എന്നാൽ മനസ്സിലാവുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയുന്നുണ്ട്, ഈ നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറയുന്നു. ഇത് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിന്നാ? 10 വർഷം മുമ്പ് ഇവർ പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ നിത്യജീവിതത്തിനകത്ത് ഉള്ള ഉദാഹരണങ്ങൾ കാരണം പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോഴും പറയുന്നതാണ്, നിത്യജീവിതത്തിലെ കാര്യങ്ങൾ പറയുമ്പം പെട്ടെന്ന് മനസ്സിലാവും. ഈ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ പറയുന്നതിനകത്തൊന്നും ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല എന്നർത്ഥം. കാരണം പറയുന്നതിനകത്ത് നിത്യജീവിതത്തിലെ കാര്യങ്ങൾ മാത്രമേ മനസ്സിലാവുന്നുള്ളൂ, തത്വം ഒന്നും മനസ്സിലാവുന്നില്ല. അതായത് ഭാഗവതം 10 വർഷമായിട്ട് കേൾക്കുന്നുണ്ട്, ഭാഗവത്തിലെ കഥ മാത്രമേ കേൾക്കുന്നുള്ളൂ, തത്വമൊന്നും കേൾക്കുന്നില്ല. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നു. എന്ത് കേൾക്കുന്നു എന്നാ? തമാശകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. അവസാനം പിന്നെ ആധ്യാത്മിക പ്രഭാഷകന്മാർ തമാശ മാത്രമായി, തമാശ മുഖ്യവും അതിൻ്റെ ഇടയ്ക്ക് ഓരോ തത്വവും എന്നുള്ളതായി. പണ്ടൊക്കെ തത്വവും പിന്നെ തമാശ അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഡൈവേർഷന് വേണ്ടിയിട്ട് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഒരു തമാശയും കഥയുമായിരുന്നു പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമാശയും കഥയും പിന്നെ അതിന്റെ കൂട്ടത്തിലെ മന്ത്രമോ ശ്ലോകമോ ഒരു വരി പറഞ്ഞ അതിന്റെ അർത്ഥവും കൂടെ. അത് അവസാനം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഇതേ ഉള്ളൂ എന്ന രീതിയിൽ നമ്മളെ തന്നെ ഇടിച്ച് താഴ്ത്തരുതെന്ന് സാരം. അത് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വില കുറയ്ക്കരുത്. നമ്മുടെ വില നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ, അതായത്
നമ്മൾ തീരുമാനിക്കുകയാണ് നമുക്കിതേ മനസ്സിലാവത്തുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നമ്മൾക്ക് വില നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഒരുവൻ സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപ വിലയേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദിവസത്തെ പണിക്കൂലി എന്നർത്ഥം. 50 രൂപയിലാണ് എനിക്ക് കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഇയാളെ 500 രൂപയ്ക്ക് കൂലിക്ക് വിളിക്കത്തില്ല. അവർ പറയാം 50 രൂപയാണെങ്കിൽ നന്നായി കേട്ടോ, എനിക്ക് വേണം, ഒരു ആയുഷ്കാലം മുഴുവൻ ഞാൻ ജോലി തരാമെന്ന് വിളിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞത് മാതിരിയാണ്. ഇതൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല, കുറച്ച് സരളമായിട്ട് കേട്ടാലേ മനസ്സിലാവത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യസരളന്മാരായിട്ട് നടക്കും എന്നുള്ളതല്ലാണ്ട് കാര്യമൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ വില നമ്മൾ തന്നെ ഇടിച്ച് താഴ്ത്തരുത്. നമുക്ക് മനസ്സിലാവത്തില്ലെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഇത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം വെക്കണം. അപ്രകാരം ദൃഢനിശ്ചയം വെച്ചവരുടെ കഥയാണ് നമുക്ക് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കാണുന്നത്. വേദത്തിൽ ആ കഥയും നമ്മളൊരു കഥയാക്കി വെക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് നമുക്ക് ഒരു മാർഗനിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നമുക്കൊരു ഉറപ്പ് വരും. ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസമേ കിട്ടിയിട്ടുള്ളൂ ജീവിക്കാൻ എന്നുണ്ടെങ്കിൽ ആ 7 ദിവസത്തിനുള്ളിൽ ഇതിന്റെ തത്വം സത്യം ഞാൻ അറിഞ്ഞിരിക്കും എന്നുള്ള ദൃഢനിശ്ചയമാണ് വേണ്ടത്. അതാണ് പരീക്ഷത്തിന്റെ കഥ കാണിച്ചത്. 7 ദിവസമേ കിട്ടുന്നുള്ളൂ ജീവിക്കാൻ. 7-ാം ദിവസം തക്ഷകന്റെ കൊത്തുകൊണ്ട് മരിക്കുമെന്നുള്ള ശാപം കിട്ടി. അത് ഉറപ്പായിട്ടുള്ളതാണ്, മരണം സംഭവിക്കും. പക്ഷെ ആ 7 ദിവസം കൊണ്ട് തത്വത്തെ അറിയാൻ സാധിക്കും എന്നുള്ള രീതിയിൽ എത്ര സുഖകരമായ രീതിയിൽ വിദ്യ ഗ്രഹിക്കുവാനും മുക്തി ഗ്രഹിക്കുവാനും സാധിക്കുന്നു എന്ന് പഠിപ്പിക്കുകയാണ് അവിടെ ഭാഗവതം. അതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പരീക്ഷത്തിന് സാധിച്ചു, കാരണം പരീക്ഷത്ത് പുണ്യവാനാണ്, എനിക്ക് പറ്റത്തില്ല എന്ന രീതിയിൽ നമ്മളെ തന്നെ ഇടിച്ച് താഴ്ത്തിയാൽ നമ്മളൊരു കാര്യം നിശ്ചയിക്കുന്നു, പുണ്യവാന്മാരിലും ഏറ്റവും വലിയ പുണ്യവാൻ ഞാൻ തന്നെയാണ് എന്ന ഉറച്ച നിശ്ചയമാർക്കുണ്ടോ അവര് നേടും. അത്രയേ ഉള്ളൂ. ഞാൻ പാപിയാണ് എന്ന് പറയുന്നവൻ അവൻ പോയി, അവന്റെ ജീവിതം അവൻ പോയി കളഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യത്തില് ഞാൻ തന്നെ ഉത്കൃഷ്ടൻ. എന്തുകൊണ്ട് ഞാൻ പുണ്യവാനായി? കാരണം ഭഗവാന്റെ സ്മരണ എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും എന്റെ മനസ്സിൽ കൂടെ കടന്നു പോയെങ്കിൽ ഞാൻ ഒരു സത്യദർശന കാംക്ഷിയായിട്ട് മാറി. ഒരിക്കൽ സത്യദർശന കാംക്ഷിയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഭഗവത് സ്മരണ എന്ന് ഭഗവത് നാമസ്മരണ, ഭഗവാന്റെ നാമവും ഭഗവാനും ഒന്നാണ്. അതുകൊണ്ട് ഭഗവത് നാമസ്മരണ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ ഭഗവത് സ്മരണയാണ് ഉണ്ടായത്. ഭഗവത് സ്മരണ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്മരണയും ഭഗവാനും തമ്മിൽ വേർതിരിവില്ല. അതുകൊണ്ട് ഒന്ന് സ്മരിച്ചപ്പോൾ തന്നെ ഭഗവാൻ അന്ധകരണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഒരിക്കൽ ഭഗവാൻ അന്ധകരണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പ്രകാശം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇരുണ്ടുമൂടി കിടക്കുന്ന ഒരു ഗുഹയിലേക്ക് ഒരിക്കൽ പ്രകാശം കടന്നു വന്നു കഴിഞ്ഞാൽ ഇരുട്ടു പോകാൻ പിന്നെ കാലത്തിന് കാത്തിരിക്കേണ്ടതുണ്ടോ? ഇല്ലാത്ത പോലെ നമുക്ക് പുണ്യം ഇനി ആർജിക്കുവാൻ വേണ്ടിയിട്ട് കാലത്തിനെ കാത്തിരിക്കേണ്ട ഒരൊറ്റ ഭഗവത് സ്മരണ കൊണ്ട് തന്നെ നമുക്ക് പുണ്യം ആർജിച്ചു കഴിഞ്ഞു. ആ ഒരു ഉറപ്പ്, കാരണം എനിക്ക് വേണ്ടത്ര പുണ്യമുണ്ട്, എനിക്കിത് സാധ്യമാണ് എന്നുള്ള രീതിയിലുള്ള ഉറപ്പ്. ആത്മനാ വിന്ദത്തെ വീര്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യയാ വിന്ദത്തെ അമൃതം. സ്വയം ഒരുവൻ ആ വീര്യത്തെ നേടുക. വിദ്യയാ വിന്ദത്തെ അമൃതം, എന്നിട്ട് വിദ്യയാൽ അമൃതത്തെ നേടുക എന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിദ്യ അല്ല കേട്ടോ, അത് അവിടെ പറഞ്ഞിരിക്കുന്ന വിദ്യ വേറെ, ബ്രഹ്മവിദ്യ. വിദ്യാ വിന്ദതേ അമൃതം. അപ്പോൾ ഇപ്രകാരം ഇവിടെ നമുക്ക് ആ ഒരു ഉറപ്പോട് കൂടിയിട്ട് നിൽക്കണം. യസ്തദ്വേദോ ഭയം സഹ. അതുകൊണ്ട് സംഭൂതിയെയും വിനാശത്തെയും, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന അസംഭൂതിയെയും വിനാശത്തെയും യാതൊരുവനാണോ ഇപ്രകാരം വേർതിരിച്ചറിയുന്നത് അവൻ വിനാശേന മൃത്യും തീർത്തുവാ. വിനാശേന മൃത്യും തീർത്തുക. വിനാശം കൊണ്ട്, വിനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രഹ്മലോകം എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോക പ്രാപ്തിക്ക് ഹേതുവായിട്ടുള്ള മാർഗം, ഇങ്ങനെ എടുക്കണം. അപ്പം വിനാശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയല്ല. അതിന്റെ അർത്ഥം ബ്രഹ്മലോകത്തിൽ പ്രവേശിക്കുവാൻ കാരണമായ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിദ്യയല്ല, പകരം വിദ്യ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മാർഗം, ഉപായം. ആ ഉപായത്തെ ആശ്രയിക്കുന്നവന് വിനാശേന മൃത്യും തീർത്തുക, അവന് ആ ഉപായത്തെ ആശ്രയിക്കുന്നതിലൂടെ പാപരഹിതനായി ഭവിക്കുന്നു. മൃത്യും തീർത്തുക എന്നുള്ള ഭാഗത്ത് മുഴുവനും പാപരഹിതൻ എന്നുള്ളതിനെ കിട്ടുക. മൃത്യുവാകുന്നു പാപം, കാരണം മൃത്യു ദുഃഖം കൊണ്ടുവരും. ദുഃഖം ആണ് പാപം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് റീസൺ. നമുക്ക് മൃത്യുശങ്ക, മൃത്യു ആശങ്ക എന്ന് പറയുന്നു. അപ്പൊ മൃത്യു ആശങ്ക എന്ന് പറഞ്ഞാൽ ഭയമാണല്ലോ. മൃത്യു കൊണ്ടുവരുന്നത് ഭയമാണ്. ഭയം എന്തിനാ കൊണ്ടുവരുന്നത്? നാശം എന്നുള്ളത്, എനിക്ക് നാശം വരാൻ പോകുന്നു, എന്റേത് നശിക്കുന്നു, ഞാൻ നശിക്കുന്നു. ഈ രണ്ടു തരത്തിലാണ് നമുക്ക് നാശാശങ്കയുള്ളത്. നാശത്തിന്മേലുള്ള ആശങ്ക എന്ന് പറയുന്നത് രണ്ടു വിധത്തിലാണ്. ഒന്ന്, എനിക്കുള്ളത് നശിക്കുന്നു, രണ്ട്, ഞാൻ നശിക്കുന്നു.
അതിൽ എനിക്കുള്ളത് നശിച്ചു കഴിഞ്ഞാൽ അവയുടെ മൃത്യുവാണ്, ഞാൻ നശിച്ചാൽ എന്റെ മൃത്യുവാണ്. അപ്പോൾ നാശത്തിലുള്ള ആശങ്കയാണ് മൃത്യുഭയം എന്ന് പറയുന്നത്. അപ്പോൾ നാശത്തിലുള്ള ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമാണ്. അവ നശിച്ചു കഴിഞ്ഞാൽ വേണ്ടാത്തതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആശങ്കയില്ലല്ലോ. എന്നാൽ അത് പോയി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ദുഃഖമാണല്ലോ എന്റെ ആശങ്ക. അതുകൊണ്ട് അവ പോയാൽ അതെനിക്കുണ്ടാക്കുന്ന ദുഃഖമാണ് എനിക്കിഷ്ടമല്ലാത്തത്. ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ദുഃഖമാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ട് ദുഃഖമാണ് എന്റെ പ്രശ്നം. അതുകൊണ്ട് മൃത്യു എന്ന് പറഞ്ഞാൽ ദുഃഖഹേതുവാണ് മൃത്യു. അതുകൊണ്ട് മൃത്യുവിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖഹേതുവായിട്ടുള്ള പാപത്തിനെ ഒഴിവാക്കുന്നു, ദുഃഖത്തെ ഒഴിവാക്കുന്നു. വിനാശേന മൃത്യും തീർത്തുവ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന വേണ്ട വിധത്തിലുള്ള ബ്രഹ്മലോക പ്രാപ്തിക്കുള്ള ഉപായത്തെ ആശ്രയിച്ചുകൊണ്ട് പാപരഹിതനായിട്ട് മൃത്യുശങ്കയെ മൃത്യുഭയത്തെ നീക്കിയവനായിട്ട് പാപങ്ങളെ ഇല്ലാത്തവനാക്കിയിട്ട് സംഭൂത്യാമൃതമശ്നുതേ, അവിടെ ഈ തീർത്വാ സംഭൂത്യാമൃതമശ്നുതേ അപ്രകാരം ഒന്നിച്ചാണ് കിടക്കുന്നത്. അതുകൊണ്ട് അവസാനത്തെ വരിയില് സംഭൂത്യാമൃതമശ്നുതേ എന്നുള്ളത് ഒന്നിച്ചെഴുതി കഴിയുമ്പോൾ അസംഭൂത്യാമൃതമശ്നുതേ എന്നുള്ളതാണ് കൂട്ടി വായിക്കേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് ഈ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അർത്ഥം കൊടുത്തിരിക്കുന്നിടത്ത് കാണാം അസംഭൂത്യ. അസംഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ടു, സംഭൂതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോക സംബന്ധമായ ഉപാസനയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ അസംഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ്യാകൃതം അഥവാ മൂലപ്രകൃതി സംബന്ധമായ ഉപാസനയാണ്. ആ അസംഭൂത്യ അവ്യാകൃത ഉപാസനയാല് അമൃതത്വം പ്രാപ്നുതേ, അമൃതം അശ്നുതേ എന്നർത്ഥം. അപ്പോൾ ഇപ്രകാരം നമുക്ക് അതുകൊണ്ട് ഒരുവന് അമൃതത്തെ പ്രാപിക്കുന്നു. അപ്പൊ എവിടെ എന്താ ഈ അമൃതത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൂർണ്ണതയാണോ എന്നാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഈ അമൃതത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞത് എന്താ, ബ്രഹ്മലോകത്തിനെയും അതിക്രമിച്ചിട്ട് ഉള്ള ഒരു മൂലപ്രകൃതിയുടെ ഒരു ഇതിനെ പറയുന്ന പ്രകൃതി ലയം എന്ന് പറയും. അതായത് യോഗികളുടെ പരമമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അനേക ലോകപ്രാപ്തികൾ യോഗികൾക്കുണ്ട്, അനേകം സിദ്ധിപ്രാപ്തികൾ യോഗികൾക്കുണ്ട്. ഇതേ യോഗികളുടെ തന്നെ ഏറ്റവും പരമമായിട്ടുള്ള ഒന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പ്രകൃതി ലയം എന്ന് പറയുന്നത്. ഈ പ്രകൃതിലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സശരീരനായിട്ടുള്ള പ്രകൃതിലയം ഉണ്ടാവാം, പിന്നല്ലെങ്കിൽ ദേഹരഹിതനായിട്ടുള്ള പ്രകൃതിലയം ഉണ്ടാവാം. അപ്പോൾ ഇവിടെ സദേഹമായിട്ടുള്ള പ്രകൃതിലയത്തിലാണെങ്കിൽ ദേഹം അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ ദേഹത്തിന് അവിടെ സചേതനത്വം കാണിക്കുന്നതായ ലക്ഷണങ്ങളൊന്നുമില്ലാതെ എത്ര കാലം വേണമെങ്കിലും കുറച്ചു കാലം വേണമെങ്കിലും കഴിഞ്ഞെന്ന് വരാം. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ആരെങ്കിലും ഇദ്ദേഹത്തിന് സമാധി ഇരുത്തി എന്ന് വിചാരിക്കുക. ഈ സമാധി ഇരുത്തിയിട്ട് ഇടയ്ക്കെങ്ങാനും ഇദ്ദേഹം ഒന്ന് ഉണർന്ന് തിരിച്ച് വന്നു പോയാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കാരണം ചുറ്റുപാടുള്ള ആൾക്കാർ കുറഞ്ഞ ഇദ്ദേഹം ഇരുന്നിട്ട് ഒരാഴ്ചയായിട്ട് ഇദ്ദേഹത്തിന് അനക്കമില്ലാതെ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇദ്ദേഹം മരിച്ചെന്ന് വിചാരിച്ച് ഇദ്ദേഹത്തിന് സമാധിയും കിട്ടി. എന്ത് ചെയ്യൂന്ന് പറ, പോയില്ലേ ജീവിതം. അപ്പൊ ഇതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ മാതിരിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മൂഢന്മാരുടെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ മാതിരിയുള്ള ഇടപാടുകൾക്ക് നമ്മൾ പോകരുത് എന്ന് പറയും. അവിടെ എപ്പോഴും രാജമാർഗത്തിലേക്ക് പോകണം. രാജമാർഗം എന്ന് പറഞ്ഞാൽ വിദ്യയുടെ മാർഗമാണ്. അവിടെ ഉപാസനയുടെയും തീവ്രമായിട്ടുള്ള ഈ മാതിരിയുള്ള ശ്വാസത്തെ സ്തംഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ദേഹത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കലാണ്. ഓക്സിജൻ ദേഹത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം, നമ്മൾ ഈ ആപ്പിള് സംരക്ഷിച്ചു നിർത്തുന്നത് ഈ കാർബൺ നിറച്ചിരിക്കുന്ന ഇതിനകത്ത് കണ്ടെയ്നർ അല്ലെങ്കിൽ അതേമാതിരിയുള്ള കണ്ടെയ്നറിനകത്ത് അത് അങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഈ പഴങ്ങളൊക്കെ കേടാകാതിരിക്കും. ഇവയെ നശിപ്പിക്കുന്നത് ഓക്സിജനാണ്. അപ്പൊ ഓക്സിജൻ പ്രവേശിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദേഹത്തിന്റെ കോശങ്ങളെയൊക്കെ നശിപ്പിക്കാത്ത തരത്തിൽ നിർത്താവുന്ന വിധത്തിലുള്ള വിദ്യകളൊക്കെ ആയിരിക്കും ഇതൊക്കെ. നമുക്കറിയത്തില്ല കേട്ടോ, എന്നറിയാത്ത കാര്യത്തിന് ഊഹം വെച്ച് പറയുന്നത് ശരിയല്ല, എങ്കിൽ കൂടിയും പറയുകയാണ്. ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്തിന്റെ സെല്ലുകൾക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ മുഴുവൻ സ്തംഭിപ്പിച്ച് കഴിഞ്ഞാൽ അവയ്ക്ക് അങ്ങനെ തന്നെ നിർത്തുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സാധ്യമല്ല. പക്ഷേ യോഗിക്ക് അദ്ദേഹത്തിന്റെ ഈ പുണ്യാധിക്യം കൊണ്ട്, അവിടെ നമ്മൾ പ്രത്യേകിച്ചൊരു വാക്ക് പറയുന്നത് പുണ്യാധിക്യം എന്നാണ്. വെറുതെ പറ്റത്തുമില്ല, കാരണം വായുസ്തംഭനം കൊണ്ടൊന്നും പറ്റത്തില്ല. ഇവിടെ ആൾക്കാർ ശ്രമിക്കുന്നത് പ്രാണനെ സ്തംഭിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം നടത്തുന്നു. പ്രാണനെ സ്തംഭിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രം പോരെന്ന്, അതിലൂടെ യോഗ്യതയും കൂടെ നേടണം. ഈ പ്രാണനെ സംബന്ധിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പാസ്സാകും, പക്ഷെ പരീക്ഷ എഴുതാനുള്ള യോഗ്യതയും കൂടെ നേടണ്ടേ. 10ലെ പരീക്ഷ എനിക്ക് എഴുതാം, പാസ് എനിക്കെല്ലാം അറിയാവുന്നതാണ്. ഈ ഒരുവന്റെ നമ്മൾ ഈ സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ ഉടനെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കൂടെ നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം നിസ്സാരമാണല്ലോ, ഞാൻ പോയി എഴുതിയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അടുത്ത വർഷം നമ്മൾ പോയി എഴുതി കഴിഞ്ഞാൽ അതല്ല, നമുക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാസ്സാകും, പക്ഷെ എഴുതാൻ സമ്മതിക്കണ്ടേ എന്ന് പറഞ്ഞത് മാതിരി ഇവിടെ ശ്വാസം
പൂർണ്ണമായിട്ട് ചിത്തവൃത്തികളെ സംരംഭിക്കുകയും പ്രാണരോധനാത് ലീനമാനസം എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. പ്രാണരോധനവും ലീനമാനസവും ഒക്കെ നടത്തി കഴിഞ്ഞാൽ പക്ഷെ അതിനുള്ള യോഗ്യത നിലനിർത്താനുള്ള യോഗ്യതയാണ് പുണ്യാർജനം എന്ന് പറയുന്നത്. ആ പുണ്യാർജനത്തിന് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. അതുകൊണ്ടാണ് ഇതൊന്നും വിജയിക്കാതെ പോകുന്നത്. അങ്ങനെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കം മുതൽ തന്നെ സദ്വൃത്തനാവണം, സദാചാരനിഷ്ഠനാവണം. കാരണം മുഖം പ്രസന്നമല്ലാതെ പോകുന്ന വിധത്തിലുള്ള ചിന്തകളെ നമ്മുടെ മനസ്സിൽ അലട്ടാൻ പാടില്ല. അത്രയുള്ള അതിന്റെ അർത്ഥം. നമുക്ക് മുഖം പ്രസന്നമായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകൾ നല്ലതാണെങ്കിൽ മുഖം പ്രസന്നമാവും. മുഖം നമുക്ക് വല്ലാണ്ട് തരത്തിൽ ചുളിഞ്ഞു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിന്തകൾ അത്ര ശരിയല്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ ചിന്തകൾ തൊട്ട് തുടങ്ങണം. ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അപ്പൊ ഇതാണ് ഇത്രയും കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഈ മന്ത്രത്തിന്റെയും പൂർണ്ണതയായി ഇവിടെ അന്യദേവാഹുഹു സംഭവാത് സംഭൂതിം ച വിനാശം ച യസ്തദ് വേദോ ഭയം സഹ വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യാമൃതം അശ്നുതേ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഈ അവ്യാകൃതോപാസനയും വ്യാകൃതോപാസനയും രണ്ടും കൂടെ, അത് വ്യാകൃതോപാസന സമം ബ്രഹ്മലോക പ്രാപ്തിക്കുള്ള മാർഗം, അവ്യാകൃതോപാസന സമം മൂലപ്രകൃതിയിലേക്കുള്ള ഗതി. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടിലേതെങ്കിലും ഒരുവൻ ചെയ്തു കഴിഞ്ഞാൽ അത് വ്യർത്ഥമാണ്. രണ്ടും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പാപരഹിതനായിട്ട് പുണ്യത്തെ പ്രാപിച്ച് കാലത്തിൽ കുറച്ചു കാലം കഴിയാം. അപ്പോഴും അത്രേ പറയുന്നുള്ളൂ എന്നർത്ഥം. അപ്പൊ ഇതിനകത്ത് ഇതൊന്നും ഈ പറഞ്ഞിരിക്കുന്ന വിദ്യയും അവിദ്യയും സംഭൂതി ഉപാസനയും അസംഭൂതി ഉപാസനയും അല്ല ഉപനിഷത്തിൽ പറയുന്ന വിദ്യ. അത് വേറൊന്നാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. നമുക്കറിയാവുന്ന മാർഗമാണ് ഇത്. ഇനി നമുക്ക് അറിയാൻ പറ്റാത്ത മാർഗം ഏതാ? അതാണ് ഇനിയിപ്പോ അടുത്ത മന്ത്രത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാൻ പറ്റാത്ത മാർഗം അത് അറിയിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഒരു പക്ഷേ ഇതുവരെയും ഈ പറഞ്ഞ 2-3 മന്ത്രങ്ങള് ബുദ്ധിമുട്ടുണ്ടായിരുന്നവരുടെ ബുദ്ധിമുട്ടുകളെ അവരുടെ മനസ്സിലാവാതിരിക്കൽ ഇപ്പൊ പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഇതൊന്ന് കേട്ടാൽ മതി. ഇതൊന്ന് കേട്ടിട്ട് പിന്നെയും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഞാൻ ഒന്നുകൂടെ കേട്ടിട്ടേ ചോദിക്കാവൂ, കേൾക്കാതെ ചോദിക്കരുത്. പരമാവധി വിശദീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ നിർത്താം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.